ഭാഗ്യവും മഹാഭാഗ്യവുമായി ബഖീയിൽ കടന്ന് സ്വർഗം നോക്കി കടക്കാനുള്ള നിയോഗം തരണേ അല്ലാഹ്. ഇലാഹി നജ്ജിനാ മിൻ കുല്ലി ളീഖി ബിജാഹിൽ മുസ്തഫ ഖൈറിൽ ജമീഇ ഫഹബ്നാ ഫീ മദീനതിഹി ഖറാറാ وموتا ثم دفنا في البقيع مرادي يا مرادي يا مرادي مرادي سيدي طه مرادي. മോമിനീങ്ങളെ, വളരെ കുറഞ്ഞ സമയം ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദിക്ർ ദുആഇന് ഇങ്ങോട്ട് എത്തുന്നത് വരെ വളരെ ചുരുങ്ങിയ സമയം പറയുന്ന പാവപ്പെട്ടവനും കേൾക്കുന്ന നമുക്കെല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും ഖബറിലും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു. അല്ലാഹു തആല ഖബറിലേക്ക് ഫലപ്പെടുന്ന വിധം നമ്മിൽ നിന്ന് കബൂലാക്കി തരട്ടെ, ആമീൻ. സുഹൃത്തുക്കളെ, മഹാന്മാർ, തദ്കിറത്തു സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ പറ്റി പറയാ, സ്വാലിഹീങ്ങളെ, സൽക്കർമ്മികളെ, മഹാന്മാരെ അനുസ്മരിക്കുക, മഹാന്മാരുമായി ചുറ്റിപ്പറ്റി കഴിയുക. മുജാലസാത്തു സ്വാലിഹീൻ, കേടുവന്ന വൃത്തികെട്ട ഹൃദയം നന്നാകാൻ മഹാന്മാർ നിർദ്ദേശിച്ച വളരെ ഫലവത്തായ പ്രധാനപ്പെട്ട മരുന്നുകളുടെ കൂട്ടത്തിൽ ഒന്നാണ് വമുജാലസാതു സ്വാലിഹീനൽ ഫുളലാ. അറിവ് സമ്പാദിച്ച് ആ അറിവനുസരിച്ച് പ്രവർത്തിച്ച് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തിയ അടിയാറുകൾ, അവരുടെ കൂടെ ഇരിക്കുന്നതും അവരോട് കൂടെ നിൽക്കുന്നതും അവരെപ്പറ്റി പറയുന്നതും പഠിക്കുന്നതും പ്രസംഗിക്കുന്നതും പ്രബന്ധമെഴുതുന്നതും അവരെ ഒരു പ്രമേയമായി ഏറ്റെടുക്കുന്നതും എല്ലാം കലങ്ങിയ കൽബ് തെളിഞ്ഞു കിട്ടാനുള്ള മാർഗമാണെന്ന് മഖ്ദൂം തങ്ങൾ അവിടുത്തെ അദ്കിയായിൽ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അല്ലാഹു തആല ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ ഫലത്താൽ, സ്വാലിഹീങ്ങളുടെ കാൽച്ചുവട്ടിൽ സമ്മേളിച്ചതിന്റെ കാരണത്താൽ കേടുവന്നു പോയ നമ്മുടെ കൽബൊക്കെ നന്നാക്കി തരട്ടെ. അല്ലാഹുവേ, നിന്നെ കാണുന്നതിനും നിന്റെ തൃപ്തി സമ്പാദിക്കുന്നതിനും നിന്റെ പൊരുത്തം ശേഖരിക്കുന്നതിനും തടസ്സമാകുന്ന സർവ്വ സ്വഭാവങ്ങളും ഞങ്ങളുടെ കൽബിൽ നിന്ന് മാറ്റിത്തരണേ അല്ലാഹ്. കിബറും ഉജബും മസദും റിയാഉം വലബും ഹിർസും ഹറാമായ ശഹ്വത്തും ബുഖലും ബിദ്അത്തും കടന്നുകൂടിയ കൽബിൽ നിന്നതൊക്കെ മാറ്റം ചെയ്ത് അത്തഹ്ലിയതു വത്തഖ്ലിയതു, ദുസ്വഭാവങ്ങളെ കൽബിൽ നിന്നെടുത്തു മാറ്റിയിട്ട് സൽസ്വഭാവങ്ങളെ കൊണ്ട് കൽബിനെ ആഭരണമണിയിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതാണ് തഹ്ലിയത്തും തഹ്ലിയത്തും എന്ന് പറയുന്നത്. മഖ്ദൂം തങ്ങൾ ഉൾപ്പെടെയുള്ള സ്വാലിഹീങ്ങൾ ഔലിയാക്കളുടെ വഴിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് നൽകിയ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ കാര്യമായ പറഞ്ഞ ഒന്നാണല്ലോ തഹ്ലിയത്തും തഹ്ലിയത്തും. ആ നിലക്ക് ഹൃദയത്തെ ശുദ്ധീകരിച്ചവരാണ് മഹാന്മാർ. മഹാന്മാർക്ക് അല്ലാഹു തആല മഹത്വം നൽകുന്നത് അവരുടെ ഹൃദയത്തിന്റെ ശുദ്ധിയുടെ നിദാനമനുസരിച്ചാണ്, ഹൃദയത്തിന്റെ ശുദ്ധിയുടെ കടുപ്പമനുസരിച്ചാണ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു എൻ്റെ റബ്ബാണെന്നും അവൻ എൻ്റെ ഉടമയാണെന്നും അവനാണ് എന്നെ സൃഷ്ടിച്ചതെന്നും അവനാണ് എൻ്റെ സർവ്വ വിഷയങ്ങളും നടത്തിത്തരുന്നതെന്നും ഞാൻ അവൻ്റെ കോടാനുകോടി സൃഷ്ടികളിൽ ഏറ്റവും ചെറിയ ഒന്നാണെന്നും ഞാനാരുമല്ലെന്നും ഞാനൊന്നുമല്ലെന്നും എനിക്കൊന്നുമില്ലെന്നും എനിക്കൊന്നിനും കഴിയില്ലെന്നും ബോധ്യപ്പെടുമ്പോഴാണ് ഒരാൾ മനുഷ്യനാകുന്നത്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹുവാണല്ലോ റബ്ബ്, അവനാണല്ലോ ഖാലിഖ്, അവനാണല്ലോ ഇലാഹ്, അവനാണല്ലോ മഅബൂദ്. ഖാലിഖും ഇലാഹും മഅബൂദുമായ അല്ലാഹു റബ്ബുൽ ആലമീൻ
അവൻ എൻ്റെ റബ്ബാണെന്നും എൻ്റെ സൃഷ്ടാവാണെന്നും എൻ്റെ സർവ്വ നിയന്ത്രണങ്ങളും അവൻ്റെ പക്കലാണെന്നും ഞാൻ അവൻ്റെ അടിമയാണെന്നും ഒരു മനുഷ്യന് ബോധ്യപ്പെടുമ്പോൾ അവിടെയാണ് ഒരാൾ അടിമയാകുന്നത്. അടിമയാണ് എന്ന് പറഞ്ഞാൽ പോരാ, അടിമയാണെന്ന് ബോധ്യപ്പെടണം. ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഉടമയുടെ സർവകൽപ്പനകളും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ നിർബന്ധിതനാണെന്ന് ബോധ്യം വന്നാൽ പിന്നെ നമ്മിൽ നിന്ന് എല്ലാവരിൽ നിന്നും കൃത്യമായ നല്ല നിലക്കുള്ള ഇടപെടലുകളെ ഉണ്ടാകൂ. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ കേട്ടിട്ടില്ലേ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും അല്ലാഹു തആല സൃഷ്ടിപ്പ് നടത്തിയത് തന്നെ ഇല്ലാ ലിയഅ്ബുദൂൻ, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണെന്ന് പ്രകടിപ്പിക്കലാണ് ഇബാദത്ത്. അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുലി. അങ്ങനെയല്ലേ നമുക്കതിൻ്റെ നിർവചനം മഹാന്മാര് പഠിപ്പിച്ചു തന്നത്. ഞാൻ അടിമയാണെന്ന് പ്രകടിപ്പിക്കലും അത് പ്രഖ്യാപിക്കലും അത് എടുത്തു കാണിക്കലുമാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അല്ലാഹുവാകുന്ന യഥാർത്ഥ ഉടമസ്ഥന്റെ അടിമയാണു ഞാനെന്ന് നമ്മുടെ ജീവിതത്തിലും വാക്കിലും പ്രവൃത്തിയിലും സമ്പാദനത്തിലും വിനിയോഗത്തിലും വിശ്രമത്തിലും അധ്വാനത്തിലും അടക്കത്തിലും മുടക്കത്തിലും അതുപോലെ ഇരുത്തത്തിലും കിടത്തത്തിലും എല്ലായിടത്തും ഞാനൊരു റബ്ബിന്റെ അടിമയാണെന്ന് പ്രകടിപ്പിക്കുമ്പോൾ നമ്മളൊരടിമയായി മാറി. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥ അടിമയാകുന്നത്. ഇരിക്കുമ്പോൾ ഞാനൊരു റബ്ബിൻ്റെ അടിമയാണെന്ന ചിന്തയോടെയാകണം. നടത്തത്തിലും അങ്ങനെ വേണം, കിടത്തത്തിലും അങ്ങനെ വേണം. സർവ ഇടപാടിലും ഇടപെടലുകളിലും സർവ ഹാലാത്തിലും ഞാൻ അല്ലാഹുവിൻ്റെ അടിമയാണെന്ന പ്രകടനം ഉണ്ടാകണം, ചിന്തയുണ്ടാകണം, ആലോചനയും കരുത്തും നമ്മുടെ ഖൽബിലുണ്ടാകണം. അത് ഒരു സമയത്ത് വിട്ടാൽ അവനിൽ പിന്നെ വരുന്നത് തക്കബ്ബുറും കിബറുമാണ്. അത് ഇല്ലാതിരിക്കാൻ ഞാൻ അബ്ദാണ്, എൻ്റെ സയ്യിദ് മുകളിൽ വേറെ ഒരുത്തനുണ്ട്, അവൻ്റെ നിയന്ത്രണത്തിലുള്ള അടിമയാണെന്ന് നമുക്ക് ബോധ്യത്തോടെ ജീവിക്കണം, പ്രവർത്തിക്കണം. അങ്ങനെ ഒരു അടിമത്വ പ്രകടനത്തിനും ഞാൻ അടിമയാണെന്ന് പ്രഖ്യാപിച്ച് പ്രകടിപ്പിച്ച് ജീവിക്കാനുമാണ് മനുഷ്യനെയും ജിന്നുകളെയും അല്ലാഹു സൃഷ്ടിച്ചതു തന്നെ. ഇനി നോക്കൂ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന് കോടാനുകോടി സൃഷ്ടികളുണ്ട്. മലക്കുകൾ അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്, അമ്പിയാക്കൾ അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്, ജിന്നുകൾ അല്ലാഹുവിൻ്റെ സൃഷ്ടികളാണ്. ജീവജാലങ്ങളും അല്ലാത്തതുമായി കോടാനുകോടി സൃഷ്ടികളുടെ ഉടമസ്ഥനല്ലേ അല്ലാഹു. അത്രയേറെ സൃഷ്ടികൾ അല്ലാഹുവിനുണ്ടെങ്കിലും മലക്കുകൾ പ്രധാനികളായ അടിമകളാണെങ്കിലും അല്ലാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അടിമത്വം പ്രകടിപ്പിക്കുകയും ബോധ്യപ്പെടുകയും അത് മനസ്സിലാക്കുകയും ചെയ്തതാരാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉടമസ്ഥന്റെ മഹത്വം പൂർണ്ണമായി മനസ്സിലാകുമ്പോഴാണല്ലോ അടിമക്ക് ഞാൻ ഇയാളുടെ അടിമയാണെന്ന് ബോധ്യപ്പെടുന്നത്. ഒരു ദർസിൽ 50 മുതഅല്ലിമുകൾ ഉണ്ടെങ്കിൽ ആദ്യകാലത്ത് വന്നു ചേർന്ന മുതഅല്ലിമീങ്ങൾ ഗുരുവര്യന്മാരോട് കാണിക്കുന്ന അദബ് പുതിയ കുട്ടികൾക്ക് കാണിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. കാരണം അവർക്കതിൻ്റെ ബാലപാഠമറിയില്ല, അവർക്കതിൻ്റെ ശൈലി അറിയില്ല, വർത്തമാനം എങ്ങനെ പറയണമെന്ന് പുതിയ മുതഅല്ലിമുകൾക്ക് അറിയില്ല. ഉസ്താദിൻ്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണമെന്നവർക്കറിയില്ല. നാട്ടിൽ പോകാൻ ചോദിക്കേണ്ടത് എങ്ങനെയെന്നറിയില്ല. അത് പിന്നീട് പഴയ കുട്ടികളിൽ നിന്ന് കണ്ടും കേട്ടും അനുഭവിച്ചുമാണ് പുതിയ കുട്ടികൾ മനസ്സിലാക്കുന്നത്. ഉസ്താദ് െക്കുറിച്ച് കൂടുതൽ അറിയുമ്പോഴാണ് കുട്ടികൾ കൂടുതൽ അതവുള്ളവരാകുന്നത്. ഇതുപോലെ അല്ലാഹുവിൻ്റെ കഴിവും മികവും അവൻ്റെ അറിവും ശക്തിയും അവൻ്റെ ജ്ഞാനവും അറിയുന്നതിനനുസരിച്ചാണല്ലോ ഒരു സൃഷ്ടി അടിമത്വ പ്രകടനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ അതേറ്റവും ബോധ്യപ്പെട്ടതാർക്കാണ്? നബി മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധ ഖുർആൻ വഹയായി എത്തിച്ചു കൊടുക്കുന്നത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുഖറബായ മലക്കുകളിൽ പ്രധാനിയാണ്. മീകായിൽ അലൈഹിസ്സലാം പ്രധാനിയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം പ്രധാനിയാണ്. മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ദുആക്ക് ഇജാബത്തുള്ള ആള് മഹാനായ ഖാബിദുൽ അർവാഹ് നബി മലക്ക് അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആ നിലക്ക് മലക്കുകളൊക്കെ മഹാന്മാരാണ്. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. പടച്ചവൻ കൽപ്പിച്ചതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നവരാണവർ. ഒന്നിലും ഒരു വിട്ടുവീഴ്ച ചെയ്യാത്തവരാണവർ. ലാ യനാമൂന വലാ യതനാകഹൂന വലാ യഅ്കുലൂന വലാ യശ്റബൂൻ. കുടിയില്ല, കഴിക്കലില്ല, വേളിയില്ല, വിവാഹമില്ല, സംയോഗമില്ല, മലമൂത്ര വിസർജനമില്ല, വീട് വേണ്ട, നാട് വേണ്ട, ടോയ്ലറ്റ് വേണ്ട, വിശ്രമം വേണ്ട, ലീവ് വേണ്ട, ശമ്പളം വേണ്ട, ഒന്നുമില്ലാത്ത നിലക്ക് പടച്ചവനവരെ സൃഷ്ടിച്ചു. വികാരമില്ല, വിവേചനങ്ങളില്ല, അതുപോലെ തന്നെ ഒരു ചിന്തയും അവർക്കില്ല. പടച്ചവൻ കൽപ്പിച്ചത് ഏറ്റെടുത്ത് ചെയ്യുന്നവരാണവർ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അങ്ങനെയൊക്കെ മഹത്വമുള്ള മലക്കുകളില്ലേ, ആ മലക്കുകളെക്കാൾ സൃഷ്ടാവായ അല്ലാഹുവിനെ മനസ്സിലാക്കിയതാരാണ്? നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ മലക്കുകളെക്കാൾ അല്ലാഹുവിന്റെ മുമ്പിൽ അടിമത്തം പ്രകടിപ്പിക്കാൻ പഠിക്കുകയും അത് പ്രവർത്തനത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്തതാരാണ്? നബി മുഹമ്മദുർ റസൂലുള്ളാഹി. فهو الذي تم معناه وصورته ثم اصطفاه حبيبا بريء النسمي مولاي صل دائما بك خير الخلق كلهم. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹനീയമായ മഹത്വമുള്ള ആദരണീയമായ വരികളിലൂടെ വാക്യങ്ങളിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തി തന്ന മഹാനായ ആശിഖുർ റസൂൽ ഇമാം ബുസൂരി റഹിമഹുല്ലാഹ് അവിടെന്ന് പറഞ്ഞതു നിങ്ങൾക്കറിയില്ലേ? ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി? ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറത്തുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടത്തെ മഅനയും സൂറത്തും പരിപൂർണമായവരാണ്. സൂറത്തിലും മഅനയിലും കമാലിയത്ത് കിട്ടിയ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നിലക്ക് ആന്തരികമായും ബാഹ്യമായും പരിപൂർണതയുടെ ഔസാഫുകൾ മുഴുവനും അല്ലാഹു നൽകിയ ആളാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. فهو الذي تم معناه وصورته എന്ന് പറഞ്ഞാൽ والمراد بمعناه كمالاته الباطنية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആന്തരികമായ വിശേഷണങ്ങളുടെ പരിപൂർണതയാണ് മഅന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. والمراد بصورته صفاته الظاهرية. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാഹ്യമായ ഇടപെടലുകളിലും ശരീരത്തിന്റെ സൗന്ദര്യത്തിലുമുള്ള സിഫാത്തുകളുടെ പരിപൂർണതയാണ് സിഫാത്ത് കൊണ്ട് അവിടത്തെ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൽ മുറാദു ബിമഅനാഹു ഇൽമുഹു ബില്ലാഹി ജല്ല ജലാലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഅനയുടെ പരിപൂർണത കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൽമുഹു ബില്ലാഹി ജല്ല ജലാലുഹു, അല്ലാഹുവിനെ കൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗാഢമായ നിറഞ്ഞ അറിവാണെന്ന് തഫ്സീറുണ്ട്. വൽ മുറാദു ബിസൂറത്തിഹി അമലുഹു ലില്ലാഹി ജല്ല ശഅനുഹു വതആല.
അള്ളാഹുവിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന അമലുകളുടെ പരിപൂർണതയാണ് സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. പോരാ, വൽ മുറാദു ബി മഅനാഹു ത്വഹാറത്തു ഖൽബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിന്റെ ശുദ്ധിയാണ്, ഹൃദയത്തിന്റെ പൂർണ്ണതയും ശുദ്ധിയുമാണ്. ഫഹുവല്ലദീ തമ്മ മഅനാഹു എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. എന്നാൽ സൂറത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ബശാസത്തു വജ്ഹിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തിന്റെ സൗന്ദര്യവും പ്രഭാവവുമാണ്. ഈ നിലക്കൊരു വ്യാഖ്യാനമുണ്ട്. ഇനിയും 100 വിശദീകരണങ്ങളുണ്ട്. ഇരിക്കട്ടെ, ഫഹുവല്ലദീ തമ്മ മഅനാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാരാണ്? തമ്മ മഅനാഹു, അവിടത്തെ ഹൃദയത്തിന്റെ ഈമാനും ഇഅ്തിഖാദും അവിടത്തെ അറിവും അവിടത്തെ ആന്തരികമായ ഖൽബിയായ സർവ്വ സ്വഭാവങ്ങളും എല്ലാം ഏറ്റവും മികച്ചതായി പടച്ചവൻ നിലനിർത്തിയിരിക്കുന്നു. അതുപോലെ അവിടത്തെ അമലും അവിടത്തെ തഖ്വയും അവിടത്തെ ബാത്വിനി ലാഹിരിയായ പ്രകടനങ്ങളും പ്രവർത്തനങ്ങളും അവിടത്തെ ശരീരത്തിന്റെ സൗന്ദര്യവും എല്ലാം മറ്റൊരാൾക്കും പങ്കുവെക്കാനാകാത്ത വിധം പടച്ചവൻ പരിപൂർണമാക്കിയിരിക്കുന്നു. ഇത് പറഞ്ഞിട്ട് ഇമാമിങ്ങൾ എഴുതി വച്ചത് കാണാം. വമങ്കാന മൗസൂഫൻ ബികമാലി സിഫാതി ലാഹിറൻ വബാതിനൻ കാന മഹ്ബൂബാ. ആന്തരികമായും ബാഹ്യമായും ഏറ്റവും പരിപൂർണതയുടെ സർവഗുണങ്ങളും ഒരാളിൽ മേളിക്കുമ്പോൾ അപ്പോഴാണ് ഒരാൾ മഹ്ബൂബുല്ലാ, അള്ളാഹുവിന്റെ മഹ്ബൂബായി മാറുന്നത്. അത് തന്നെയാണ് ഇമാം ബുസൂരി തങ്ങൾ പറഞ്ഞത്. ഫഹുവല്ലദീ തമ്മ മഅനാഹു വസൂറതുഹു സുമ്മ സ്തഫാഹു ഹബീ ബംബാരി ഉന്നസമീ. അപ്പോ ശരീരത്തിന്റെയും ഖൽബിന്റെയും ശുദ്ധിയിലും അറിവിലും അമലിലും ബശാസത്തിലും ത്വഹാറത്തിലും എല്ലാ വിഷയത്തിലും അക്മലും അഥമ്മും പൂർണ്ണരും പരിപൂർണരുമായപ്പോൾ സുമ്മ സ്തഫാഹു ഹബീബാ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ഹബീബായി പ്രഖ്യാപിച്ചു. അപ്പോ മഹബൂബാകാൻ, അല്ലാഹുവിന്റെ ഹുബ്ബ് കിട്ടാൻ, വമൻ കാന മൗസൂഫൻ ബികമാലി സിഫാതി ലാഹിറൻ വബാതിനൻ കാന മഹബൂബാ. അല്ലാഹുവിനോട് എല്ലാ നിലക്കും ഖൽബ് ശുദ്ധിയായി അടുക്കുമ്പോഴാണ് മഹബൂബാകുന്നത്. എന്നാൽ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഇത്രയേറെ പൂർണ്ണതയിൽ കിട്ടിയിട്ടുള്ളൂ. ജിബ്രീൽ അലൈഹിസ്സലാം ഇതിന്റെ താഴെയാണ് കേട്ടോ. മുഖറബുകളായ മലക്കുകൾ താഴെയാണ് കേട്ടോ. ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ സ്വർഗലോകത്താണ്, തർക്കമില്ലല്ലോ. പക്ഷേ ആദം നബിയുടെ അറിവും ആദം നബിയുടെ പ്രകടനവും അബുദാണെന്ന് മനസ്സിലായതിലും അത് പ്രകടിപ്പിച്ചതിലും റസൂലുള്ളാഹി തങ്ങളുടെ താഴെയാണ്. മുനസ്സഹുൻ അൻ ശരീകിൻ ഫീമാ ഹസീനിഹി ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. ഇത്ര വലിയ സ്ഥാനം കിട്ടിയത് അള്ളാന്റെ ഹബീബിന് മാത്രമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്നിട്ട് ഇമാം ബുസൂരി തങ്ങൾ അടുത്ത വരിയിൽ പറയാണ്, മുനസ്സഹുൻ അൻ ശരീകിൻ ഫീ മഹാസിനിഹി. ഈ ഗുണഗണങ്ങളിൽ മഹത്വങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശരീക്കില്ല കേട്ടോ. അള്ളാഹുവിന്റെ റസൂലിന് ശരീക്കില്ല, കൂറുകാരില്ല, പങ്കുകാരില്ല.
ഇത്രയേറെ ഉന്നതമായ മഹത്വത്തിൽ രണ്ടാമതൊരാളെ കാണാനാകൂല. ഫജൗഹറുൽ ഹുസ്നി ഫീഹി ഗൈറു മുൻഖസിമി. ഈ വിഷയത്തിൽ നിബിതങ്ങൾ ജൗഹറാണ്. ഇനി രണ്ടാമതൊന്ന് പറയാൻ പറ്റാത്ത വിധം ജൗഹറാണ് അവിടെന്ന്. മാത്രമല്ല മഹത്വത്തിന്റെ വിഷയത്തിൽ അവിടത്തെ കിട്ടിയ മഹത്വങ്ങൾ ഓഹരി വെച്ചിട്ടില്ല, ഓഹരി വെക്കാൻ പറ്റൂല. ആ നിലക്ക് പൂർണ്ണരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ അടിമത്വം പ്രകടിപ്പിച്ച മഹാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവുമായി സംസാരിക്കുമ്പോൾ ഞാൻ അള്ളാന്റെ അടിമയാണെന്ന് ഏറ്റുപറയുന്നത് വല്ലാത്ത തൃപ്തിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെപ്പറ്റി ഇങ്ങോട്ട് പടച്ചവൻ പറയുമ്പോഴോ അല്ലാഹുവിനും തങ്ങളെപ്പറ്റി പറയുമ്പോൾ അബ്ദെന്ന് പറയുന്നത് വല്ലാത്ത സന്തോഷമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് അഖ്സയിലേക്കുണ്ടായ ഇസ്രാഇനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ അബ്ദെന്നാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജാ. സൂറത്തുൽ കഹ്ഫിന്റെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അബ്ദെന്നാണ് അല്ലാഹു പരിചയപ്പെടുത്തിയത്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ അല്ലാഹു തആല തങ്ങളെ പറയുമ്പോൾ അബ്ദെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് റസൂലുള്ളാഹിക്കും ഇഷ്ടമാണ്, അല്ലാഹുവിനും ഇഷ്ടമാണ്. വുളൂ എടുത്ത് ആ വുളൂഇന്റെ ശേഷം ഒരു ദുആ. ആ വുളൂഇന്റെ ശേഷമുള്ള ദുആ വലിയ ഫലമുള്ള ദുആയാണ്. സ്വർഗത്തിലെ 8 വാതിലുകളും അത് പതിവായി ചൊല്ലുന്നവർക്ക് തുറന്നു തരുമെന്ന് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ദുആ നിങ്ങൾ ചൊല്ലി നോക്കൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. ഇവിടെ 2 ഷഹാദത്തിന്റെ വാചകങ്ങളാണ് നമ്മൾ ചൊല്ലിയത്. ഒന്ന് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് യോഗ്യനില്ലെന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു, മനസ്സിൽ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എങ്ങനത്തെ അല്ലാഹുവാണ്? വഹ്ദഹു ലാ ശരീക ലഹു. വഹ്ദഹു ലാ ശരീക ലഹു, ആ അല്ലാഹു ഏകനാണ്, അവന് കൂറുകാരില്ല. അവൻ ഏകനാണ്, കൂറുകാരില്ല. വഹ്ദഹു ലാ ശരീക ലഹു. അപ്പൊ അവിടെ ലാ ഇലാഹ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു. എന്നാൽ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. കണ്ടോ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വഹ്ദഹു പറഞ്ഞ സ്ഥാനത്ത് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബ്ദുഹു, അല്ലാഹുവിന്റെ അടിമയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. അവിടെ അശ്ഹദു അന്ന മുഹമ്മദൻ നബിയുഹു വറസൂലുഹു എന്ന് പറയാറില്ല. അതുപോലെ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുഹു വഅബ്ദുഹു എന്ന് റസൂലിനെ മുന്തിച്ച് അബ്ദിനെ പിന്തിച്ചു പറയാറില്ല. അപ്പൊ അബ്ദുഹു, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഷഹാദത്തിന്റെ വാചകം പറഞ്ഞിട്ട് അബ്ദുഹു, അബ്ദനെയാണല്ലോ മുന്തിച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ മുമ്പിൽ ഞാനൊരടിമയാണെന്ന് പറയുന്നതിൽ റസൂലുള്ളാഹിക്ക് മടിയില്ല കേട്ടോ. ഒട്ടകത്തിന്റെ കൊടൽമാല കൊണ്ട് അഭിഷേകത്തിന് വന്നപ്പോഴും സുജൂദിൽ കിടന്ന് ഞാനൊരു റബ്ബിന്റെ അടിമയാണ്, അടിമ തന്നെയാണ്. ഏറ്റവും പവിത്രമായ കഅബയുടെ മുറ്റത്ത് വെച്ച് പ്രകടനം നടത്തിയ നേതാവാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്ത സുജൂദ് പോലെ ഒരു
സുജൂദ് വേറെയൊന്ന് ലോകത്ത് നടന്നിട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പടച്ചവനിലേക്ക് കൈ ഉയർത്തി കരഞ്ഞതുപോലെയുള്ള ഒരു ദുആ ലോകത്ത് മലക്കുകളുടെ ലോകത്തോ മനുഷ്യരുടെ ലോകത്തോ നടന്നിട്ടില്ല. അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സുജൂദ് റസൂലില്ലാഹ്, അത് റസൂലുള്ളാഹിന്റെ സുജൂദാണ്. അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ദുആ റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ ദുആയാണ്. ഇബാദത്തു റസൂലില്ലാഹ്, അഖ്വാലു റസൂലില്ലാഹ്, അഫ്ആലു റസൂലില്ലാഹ്, അഹ്വാലു റസൂലില്ലാഹ്. അല്ലാഹുവിനെ ഏറ്റവും സന്തോഷമുള്ള സാഹചര്യങ്ങളും വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം അല്ലാഹുവിന്റെ ഹബീബിൻ്റെതാണ് കേട്ടോ. അതുകൊണ്ടാണ് മഹാന്മാര് നമ്മളോട് പറഞ്ഞത് ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി ഫതതബ്ബഅന്ന വതാബിഅൻ ലാ തഅദിലാ. സംസാരിക്കുമ്പോൾ, വാക്ക് പറയുമ്പോൾ, ആരോട് എന്ത് മിണ്ടി പറയുമ്പോഴും റസൂലുള്ളാഹിന്റെ അഖ്വാലിനോട് അനുധാവനം ചെയ്ത് അനുകരിച്ച് സംസാരിച്ചോ. ഏഷണിയും പരദൂഷണവും ദൂഷമാണ്, ദോഷമാണ്, ദൂഷ്യമാണ്, അത് വളരെ മോശമാണ്, നമുക്ക് യോജിച്ചതല്ല. ഹബീബിന്റെ വാക്ക് കൊണ്ടൊരു ഗീബത്തിന്റെ പരാമർശം നടന്നിട്ടില്ല, കളവവിടത്ത നാവിലൂടെ വന്നിട്ടില്ല, അതുപോലെ കള്ളസത്യം ഇവിടുന്ന് ചെയ്തിട്ടില്ല, അതുപോലെ വേണ്ടാവൃത്തികൾ ഇവിടുന്ന് സംസാരിച്ചിട്ടില്ല. ഫവാഹിസുകൾ അവിടുത്തെ നാവിന് കാവൽ കിട്ടിയ മേഖലയാണ്. ഒരൊറ്റ അശ്ലീല സംസാരവും ഹബീബിന്റെ നാവിലൂടെ വന്നിട്ടില്ല. ഫീ ഹാലിഹി വഫഅലിഹി വമഖാലിഹി. നമ്മൾ മിണ്ടിപ്പറയുമ്പോൾ, പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കുമ്പോൾ, പാട്ടുപാടുന്നവർ പാട്ടുപാടുമ്പോൾ, ആരോടെന്ത് പറയുമ്പോഴും അവന്റെ വാക്കിനെ ആദ്യമൊന്ന് പുനരാലോചന നടത്തണം, ഒരു ചിന്ത നടത്തണം, ആലോചിക്കണം. അത് ഹബീബിന്റെ വാക്കുകൾക്ക് അവിടത്തോടുള്ള അനുകരണത്തിനോട് എതിരായി പോകുമോ എന്നൊരാലോചന വേണം. നമ്മൾ കുറ്റം പറഞ്ഞ് നടക്കുന്നവരല്ല, നമുക്കത് പാടില്ല. നമ്മെ ഇങ്ങോട്ട് കുറ്റം പറഞ്ഞവനോടും അങ്ങോട്ട് സന്തോഷം പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ആരിൽ നിന്നെങ്കിലും എന്തെങ്കിലും എവിടെ വെച്ചെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതിന് തുങ്ങലും പൊടിപ്പും വെച്ച് സംസാരിക്കുന്നവരാകരുത്. അത് ഒരു സോഷ്യൽ മീഡിയയിലും പ്രചരിപ്പിക്കുന്നവരാകരുത്. കള്ളം നമ്മുടെ നാക്ക് കൊണ്ടോ വാക്ക് കൊണ്ടോ നമ്മുടെ കൈവരൽ കൊണ്ടോ ഒരില്ലായ്മയോ അസത്യമോ ഇവിടെ പ്രചരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മുഅ്മിനീങ്ങൾക്കിടയിൽ തർക്കങ്ങളോ വിദ്വേഷങ്ങളോ ഉണ്ടാകുന്ന സംസാരമോ വാക്കുകളോ പ്രയോഗത്തിലുണ്ടാകാൻ പാടില്ല. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിംകളും ക്രിസ്ത്യാനികളും എല്ലാവരും ഇടകലർന്ന് ഐക്യത്തോടെ മമതയോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന നാടുകളിൽ വിദ്വേഷമുണ്ടാകുന്ന നിലയ്ക്ക്, മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാകുന്ന വിധത്തിൽ ഒരു സംസാരവും നമ്മിൽ നിന്ന് വരാൻ പാടില്ല. നമ്മുടെ സമ്പാദനങ്ങൾ ഹബീബിന് ഇഷ്ടപ്പെട്ടതാകണം, നമ്മുടെ വിനിയോഗങ്ങൾ ഹബീബിന് ഇഷ്ടപ്പെട്ടതാകണം, സഞ്ചാരങ്ങൾ ഹബീബിന് ഇഷ്ടപ്പെട്ടതാകണം, നമ്മുടെ അധ്വാനങ്ങളും വിശ്രമങ്ങളും ഹബീബിന്റെ സന്തോഷത്തിലാകണം. ചെറുപ്പക്കാരെ, കുട്ടികളെ, കാശ് കയ്യിലുണ്ട്, കാറ് സ്വന്തമായുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ തോന്നിവാസ സ്ഥലങ്ങളിൽ പോയി നിങ്ങൾ റെസ്റ്റ് എടുക്കണ്ട, സുഖിക്കണ്ട, നേരം പോക്ക് കാണണ്ട, വേണ്ടാവൃത്തികൾ ചെയ്യാൻ പാടില്ല, പാടില്ലാത്ത സ്ഥലങ്ങളിൽ പോയി ഇരിക്കാൻ പാടില്ല, വഴിയിൽ ഇരിക്കരുതെന്ന് പ്രത്യേകിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അന്യ സ്ത്രീകൾ നടക്കുന്ന വഴിയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ മാന്യതയില്ലാത്തവനാണ്. അതുപോലെ
പാതിര കഴിഞ്ഞും വീട്ടിലെത്താത്തവൻ അവൻ വൃത്തികെട്ടവനാണ്. നമ്മൾ അങ്ങനെയൊന്നും ആകാൻ പാടില്ല. ഇടയ്ക്ക് വെച്ച് ഞാൻ ഒന്നുകൂടെ പറയുന്നു, അള്ളാഹു അവന്റെ അടിമകളെക്കുറിച്ച് പരിചയപ്പെടുത്തിയ ഭാഗത്ത് ഖുർആനിൽ കാണാം, വഇബാദുർ റഹ്മാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ എങ്ങനെയാണ്? യംശൂന അലൽ അർളി ഹൗനാ, അവര് ഭൂമിയിൽ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും വളരെ താഴ്മയോടുകൂടെ ഭൂമി അറിയാതെ നടക്കുന്നവരാണ്. അത് നടത്തത്തിൽ മാത്രമല്ല, ബൈക്കിൽ സഞ്ചരിക്കുന്ന ചെറുപ്പക്കാരൻ അവന്റെ ബൈക്കിലെ യാത്രയിൽ ഹൗനായി നിർവഹിക്കണം. കാർ ഓടിക്കുന്നവർ ഹൗനായി നിർവഹിക്കണം. ലോറി ഓടിക്കുന്നവൻ ഹൗനായി യാത്ര ചെയ്യണം. മറ്റുള്ളവർക്ക് തടസ്സമോ ശല്യമോ ആകുന്ന വിധം നിങ്ങൾ ബൈക്കിന്റെ ശബ്ദം കൂട്ടിയിട്ട് യാത്ര ചെയ്യരുത്. വേഗത നിങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം നിങ്ങൾ അങ്ങേ തലക്കിൽ വേഗത കൂട്ടിയിട്ട് അപകടം വിളിച്ചു വരുത്തരുത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ, റബ്ബിനിഷ്ടപ്പെട്ട അടിമകൾ ബൈക്കിൽ സഞ്ചരിക്കുമ്പോഴും കാറിൽ സഞ്ചരിക്കുമ്പോഴും ഏതു വാഹനത്തിലാണെങ്കിലും ഹൗനായി സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഹെൽമറ്റ് ധരിക്കുന്നവർക്ക് സമ്മാനമുണ്ട്. അങ്ങനെ സമ്മാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നമ്മളത് വെച്ചേ പറ്റൂ. സീറ്റ് ബെൽറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും പോലീസ് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും നമ്മളത് ചെയ്തേ പറ്റൂ. അങ്ങനെ ഒതുക്കമുള്ളവരായി വിനയമുള്ളവരായി നമ്മൾ ഭൂമിയിൽ നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും വിശ്രമിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലമാണ്. എല്ലാ ദിവസവും നമ്മുടെ പ്രവർത്തകരിൽ ഓരോരുത്തരും അപകടങ്ങളിൽപ്പെട്ട് അതേ ഷഹീദാകുന്നത് കാണുന്നു. ഇന്നലെയും മിനിയാന്നുമൊക്കെ ആക്സിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട്. മരണപ്പെട്ടവരിൽ നമ്മുടെ പ്രവർത്തകന്മാരുണ്ട്. അല്ലാഹുവേ, അവരുടെ മരണം ഷഹാദത്തായി സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ കുടുംബങ്ങളിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളും ഭാര്യ മക്കളും ജ്യേഷ്ഠാനുജ സുഹൃത്തുക്കളും പ്രവർത്തകന്മാരും അടങ്ങുന്ന ഹയാത്തിലുള്ളവർക്കൊക്കെ നീ ഹിദായത്തും സുബറും തൗഫീഖും നൽകണേ അല്ലാഹ്. ദീനിന്റെ ഖിദ്മത്തിലായി പ്രവർത്തിക്കാനും ആരോഗ്യത്തോടെ ജീവിക്കാനും ജീവിക്കുന്ന കാലത്ത് പടച്ചവനെ ഇസ്സത്തോടെ കഴിയാനും തൗഫീഖ് നൽകണേ അല്ലാഹ്. അപകടങ്ങൾ, അത്യാഹിതങ്ങൾ, ദുർമരണങ്ങൾ, ദുരൂഹതയുള്ള മരണങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ എല്ലാറ്റിനു തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ പ്രവർത്തകന്മാരെയും ആലിമീങ്ങളെയും സഹായികളെയും സഹകാരികളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തോഷമാകണം നമ്മുടെ വാക്കുകൊണ്ടുള്ള ലക്ഷ്യം. അറിയില്ലേ നിങ്ങൾക്ക് ബീവി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ മഹദിയാണ്, വല്ലാത്ത സ്വാഹിബത്താണ്, ബഹജത്ത് കറാമത്തുള്ള പെണ്ണാണ്. ആ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ നീണ്ട സമയം രാത്രിയിൽ സുന്നത്ത് നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലുമായി കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിന്റെ ശേഷം ഒരൽപ്പം കിടന്നപ്പോൾ ഉറക്ക് വന്നു പോയി. ആ ഉറക്കിലാണ് വീട്ടിലൊരു കള്ളൻ കയറിയത്. വീട്ടിൽ കള്ളം കയറിയിട്ട് വീട്ടിലുള്ള വസ്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടി പുറത്തേക്കുള്ള വാതിൽക്കൽ വന്ന് നോക്കുമ്പോൾ വാതിൽ പുറത്തേക്ക് പൂട്ടിയിരിക്കുന്നു. പുറം കടക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണൊരു അശരീരി കേൾക്കുന്നത്, ഓ കട്ടെടുത്ത് പോകുന്ന മനുഷ്യ, എന്റെ മഹബൂബത്ത് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും അവൾ ഏതൊരാൾക്ക് വേണ്ടിയാണോ ഉറക്കൊഴിച്ചതെങ്കിൽ അവളുടെ മഹബൂബ് ഉറക്കമില്ലാത്തവനാണ്. കട്ടെടുത്ത സാധനങ്ങൾ എടുത്ത സ്ഥാനത്ത് തന്നെ കൊണ്ടുപോയി വെച്ചാൽ വാതിൽ തുറന്ന് പുറത്തു കടക്കാം. കള്ളൻ എടുത്ത സാധനങ്ങളൊക്കെ എടുത്തെടുത്ത് തന്നെ കൊണ്ടുപോയി വെച്ച് തിരിച്ചു വന്ന് നോക്കുമ്പോൾ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്നു.
ആ നിലക്ക് വലിയ ബഹുമതിയും മഹത്വവും അതേ കിട്ടിയ മഹദിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ അവിടുന്ന് ഒരുപാട് നിസ്കാരങ്ങൾ, സുന്നത്ത് നോമ്പുകൾ, ഖുർആൻ പാരായണങ്ങൾ, ഖത്മുകൾ, സ്വലാത്തുകൾ, അദ്കാറുകൾ, ഔറാദുകളിൽ മുഴുകിയപ്പോൾ അവിടുത്തെ ശിഷ്യന്മാരിൽ നിന്നൊരാളെ ചോദ്യം, ഓ മഹദി, നിങ്ങൾ എന്തിനാണ് ഈ നിലക്ക് കഷ്ടപ്പെടുന്നത്? ഇത്രയേറെ സാഹസികമായി ചെയ്യുന്നത് എന്തിനാണ്? അപ്പോഴാണ് പറഞ്ഞത്, ലിയുസിറ ബിഹി റസൂലുള്ളാഹ്. അമ്പിയാക്കൾ മുഴുവൻ മഹാന്മാരും മഹ്ശറിൽ വരുമ്പോൾ അവരുടെ ഉമ്മത്തുകളിൽ പലരുമുണ്ടാകുമ്പോൾ ആ ഉമ്മത്തുകളുടെ കൂട്ടത്തിൽ അവരുടെ അമ്പിയാക്കളെ സന്തോഷിപ്പിക്കുന്ന വിധം തീഷ്ണമായ പരീക്ഷണങ്ങളുണ്ടായിട്ടും സാഹസികമായി അമല് ചെയ്ത് അവരുടെ അമ്പിയാക്കൾക്ക് അഭിമാനമുണ്ടാക്കുന്നവരുണ്ടാകുമ്പോൾ എൻ്റെ ഹബീബായ, എൻ്റെ നേതാവായ, ശഫീആയ, ഷാഹിദായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കാനാണ് എൻ്റെ പ്രവർത്തനങ്ങൾ കേട്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമുള്ള വാക്കുകൾ പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സന്തോഷമുള്ള ഇടപാടുകൾ നടത്തണം. നമ്മളാരും കൊള്ളലാഭം ഇച്ഛിക്കുന്നവരാഗ്രഹിക്കുന്നവരാകരുത്, പലിശ വാങ്ങുന്നവരാകരുത്, അതേ വട്ടിക്ക് കൊടുക്കുന്നവരോ വാങ്ങുന്നവരോ ആകരുത്. ഹജ്ജിന്റെ സമയമാണ്, പണം കെട്ടേണ്ട സമയമാണ്. പണം പലർക്കും മതിയാകാതെ വരുമ്പോൾ സ്വർണമാലയോ സ്വർണ്ണ ബിസ്ക്കറ്റോ ബാങ്കിൽ പണയപ്പെടുത്തിയിട്ട് ഹറാമായ പലിശ കൊടുത്ത് വാങ്ങിയ പണം കൊണ്ട് ഹറമ് കാണൽ ഹറാമാണ് കേട്ടോ. ഹറമിലേക്ക് പോകുമ്പോൾ ഹറാമായ സ്വത്ത് കൊണ്ട് പോകണ്ട, ഹലാലായത് തന്നെ ധാരാളം ശേഖരിക്കാൻ പറ്റുമല്ലോ. 10ഉം 20ഉം 40ഉം 50ഉം ഒരേക്കറയും അതിന്റെ മുകളിലും ഭൂമിയുള്ളവർ പലരുമുണ്ട്. അവനും ബാങ്കിൽ നിന്ന് പണമെടുത്തിട്ടാണ് ഹജ്ജിന് പോകുന്നത്. കടുത്ത ഹറാമാണ്. റബ്ബിന്റെ പവിത്രമായ വസതിയിലേക്ക്, റബ്ബിന്റെ കഅബയിലേക്ക്, ദർബാറിലേക്ക് ഹറാമായ പണം കൊണ്ട് യാത്ര ചെയ്ത് എന്നാൽ നിന്നെ റബ്ബ് ളുയൂഫായി സ്വീകരിക്കുമോ? അതുകൊണ്ട് തന്നെ ഹറാമായ പണം കൊണ്ടാകരുത്. ഓ പ്രിയപ്പെട്ട കുട്ടികളെ, വിവാഹം കഴിഞ്ഞവർ ആദ്യത്തെ കുട്ടിയുണ്ടായപ്പോൾ ഒരു 2 പോത്ത് അഖീഖത്ത് അറുക്കണം, അതുപോലെ 2 ആടും വാങ്ങണം. അതിന് കാശ് തികയാതെ വരുമ്പോൾ ഭാര്യയുടെ ഒരാഭരണം ബാങ്കിൽ വെച്ച് പലിശക്ക് വാങ്ങിയിട്ട് മകനെ അഖീഖത്ത് അറുക്കുന്നവർ, മകളുടെ 14 കഴിക്കുന്നവർ, വേണ്ട മണല് വാരിയിട്ടോ, മരം മുറിച്ചിട്ടോ, മത്സ്യം വിറ്റിട്ടോ, കൂലിപ്പണിയെടുത്തിട്ടോ നിനക്കൊരു ആട്ടിൻകുട്ടിയെ വാങ്ങാനുള്ള കാശേ കയ്യിലുള്ളൂവെങ്കിൽ ഹലാലായത് കൊണ്ട് ഒരാട്ടിൻകുട്ടിയെ വാങ്ങിയിട്ട് അഖീഖത്തറുത്തോ. അഭിമാനം നോക്കിയിട്ട് ഭാര്യയുടെ കുടുംബത്തിൽ പേരുണ്ടാകാൻ വേണ്ടി മൂത്തച്ചിയുടെ ഭർത്താവ് 2 അറുത്തിട്ടുണ്ട്, അതുകൊണ്ട് 3 അറുക്കണമെന്ന വാശിയിൽ പലിശ വാങ്ങിയിട്ട് ഹറാമ് ചെയ്യരുത് കേട്ടോ. അത് ഹബീബിന് ഇഷ്ടമാകൂല, റസൂലുള്ളാഹിക്ക് സന്തോഷമാകൂല. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ സംസാരം ചുരുക്കുകയാണ്. മഹാന്മാർ, ഔലിയാക്കളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും അവർ ശ്രദ്ധിച്ചത് അവരുടെ ഖൽബിന്റെ ശുദ്ധിയാണ്. നേരത്തെ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിന്റെ ശുദ്ധിയും പരിപൂർണതയും പവിത്രതയും മഹാന്മാര് സൂക്ഷിച്ചത് ഹൃദയത്തിന്റെ ശുദ്ധിയാണ്. അവർക്കതാണ് ഏറ്റവും പ്രധാനമായ പ്രമേയമായി തോന്നിയത്. കൽബാണ് അല്ലാഹുവിന്റെ നോട്ടസ്ഥലം. ആ കൽബിലേക്കാണ് ഹബീബായ തങ്ങളുടെ മദതിറങ്ങുന്ന സ്ഥലം. അതുകൊണ്ട് നമ്മളുടെ കൽബ് നന്നാകണം. ഓ മുഅ്മിനീങ്ങളെ, അയൽവാസിയുമായി പിണങ്ങിയവരുണ്ടോ? അവർ പിണക്കം തീർത്ത് കൽബ് നന്നാക്കണം. ഭാര്യയുമായി തെറ്റിയവരുണ്ടോ? ഭാര്യയുടെ ബാപ്പയുമായി കുടുംബവുമായി പിണങ്ങിയവർ പിണക്കം നന്നാക്കണം. ജ്യേഷ്ഠാനുജന്മാരോട് തെറ്റിയവർ, ഉമ്മയോട് മിണ്ടാത്തവൻ, ബാപ്പയോട് മിണ്ടാത്തവൻ, ഉസ്താദിനോട് മിണ്ടാത്തവൻ, സുബ്ഹാനല്ലാഹ്,
കൊല്ലങ്ങളോളം പാർട്ട്ണറായി കഴിഞ്ഞവനോട് ഇപ്പോൾ പിണങ്ങിക്കഴിയുന്നവർ സർവ പിണക്കങ്ങളും കൽബിന്റെ ദൂഷ്യത്തിന്റെ മേലറിയിക്കുന്നതാണ്. അതേ സമയത്ത് ദീനിയായ വിഷയത്തിലുള്ള പിണക്കങ്ങളല്ല ഉദ്ദേശ്യം. ദുന്യവിയായ വിഷയത്തിലുള്ള സർവ പിണക്കങ്ങളും കൽബിന്റെ ദൂഷ്യത്തിന്റെ മേലറിയിക്കുന്നതാണ്. കൽബ് നന്നായില്ലെങ്കിൽ ഇബാദത്ത് സ്വീകരിക്കൂല അല്ലാഹു. കൽബ് നന്നായില്ലെങ്കിൽ ഹബീബ് വരൂല. നമ്മുടെ കൽബിലേക്ക് ഒരു ദിവസം രാത്രി സ്വലാത്തും ചൊല്ലി ഒളുവോടുകൂടെ വെള്ളവസ്ത്രം ധരിച്ച് അത്തറും പൊരുട്ടി ഖിബലക്ക് തിരിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങുമ്പോ നമ്മുടെ കൽബിലേക്ക് റസൂലുള്ളാന്റെ മുഖം വരണ്ടയോ? ഹബീബായ തങ്ങൾ നമ്മുടെ കൽബിലേക്ക് കയറി വരേണ്ടയോ? വരണം വരണം വരണമെന്നുണ്ടെങ്കിൽ കൽബ് നന്നായേ പറ്റൂ. ഹറാമും സിനിമയും ദൂഷ്യങ്ങളും വേണ്ടാവൃത്തികളും ഫവാഹിസുകളും നിറച്ചു വെച്ച കൽബിലേക്ക് അള്ളാന്റെ റസൂല് വരൂല. ഓ പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ മൊബൈലിൽ തോന്നിവാസങ്ങളുടെ ചിത്രങ്ങളും ചലനചിത്രങ്ങളും പലതുമുണ്ട്. ഈ അടുത്ത ദിവസം പള്ളിയിൽ ഒരു കളഞ്ഞുപോയ പേഴ്സ് കിട്ടി. ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കുട്ടികൾ എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു തന്നു. ആ പേഴ്സ് ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ 1000 രൂപയുടെ ഒറ്റ നോട്ട് വെച്ചിട്ടുണ്ട്, 500ന്റെ നോട്ട് വെച്ചിട്ടുണ്ട്, അപ്പുറത്തൊരുപാട് 10ന്റെ നോട്ടുകളുണ്ട്. അതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് 10 ഏതൊക്കെയോ മുടികാട്ടി നിൽക്കുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോകളുണ്ട്. നിസ്കാരത്തിന് പള്ളിയിൽ വന്ന ചെറുപ്പക്കാരൻ മറന്നു വെച്ചു പോയതാണ്. നോക്കുമ്പോൾ അവന്റെ ഉമ്മാന്റെ ഫോട്ടോമല്ല, അവന്റെ പെങ്ങളെ ഫോട്ടോമല്ല, അവന്റെ ഭാര്യന്റെ ഫോട്ടോമല്ല, അവന് കാണാനും തൊടാനും പറ്റുന്നവരുടെ ചിത്രങ്ങളല്ല. ഏതൊക്കെയോ തുണിമില്ലുകളിൽ നിന്ന് തുണിഷോപ്പുകളിലേക്ക് വസ്ത്രങ്ങളും ശീലകളും വരുമ്പോൾ തുണിഷോപ്പിൽ കൊടുക്കാനുള്ള പരസ്യങ്ങളിൽ ഒരുപാട് പെണ്ണുങ്ങൾ കഴുത്ത് കാണിച്ച്, അതുപോലെ മുടി കാണിച്ച്, അഴക് കാണിച്ച്, സൗന്ദര്യം പ്രകടിപ്പിച്ച് പരസ്യത്തിൽ കിട്ടുന്ന ചിത്രങ്ങളൊക്കെ വെട്ടിമാറ്റിയിട്ട് സുബ്ഹാനല്ലാഹ് നന്നായി ശ്രദ്ധിച്ച് എവിടെയും അഭംഗി വരാതെ വൈകല്യം വരാതെ നന്നായി സൂക്ഷിച്ച് വെട്ടിമുറിച്ച് പാകമാക്കിയിട്ട് ഈ പേഴ്സിൽ വെച്ചൊക്കെയാണ് ഈ ചെറുപ്പക്കാരൻ. ഞാനിങ്ങനെ ആലോചിച്ചു, ഈ എല്ലാ ദിവസവും രാവിലെ പത്രം വരുമ്പോ പത്രത്തിന്റെ ഉള്ളിൽ മറ്റൊരു പരസ്യം ഉണ്ടാകും, തുണിഷോപ്പിന്റെ പരസ്യം ഉണ്ടാകും. ആ പരസ്യത്തിലും ഒരു പെണ്ണിന്റെ ഫോട്ടോയുണ്ടാകും. അതൊക്കെ എടുത്ത് മുറിച്ചിട്ട് ചെറുപ്പക്കാർ അവരുടെ ഫേസിൽ വെച്ച് നടക്കുകയാണ്, കീശയിൽ വെച്ച് നടക്കുകയാണ്. നഊദു ബില്ലാഹ്. ഈ കണ്ട ഫോട്ടോകളൊക്കെ കൊണ്ടുപോയി രാത്രി സമയത്ത് കിടക്കുമ്പോൾ ലൈറ്റ് ഇട്ടതും കണ്ട് കിടക്കാനാണോ? വല്ലാത്ത മോശം തന്നെ, വല്ലാത്ത ദുഷിച്ച യുവത്വം തന്നെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നിങ്ങളാരെങ്കിലും അതുപോലെ പേഴ്സിന്റെ ഉള്ളിൽ പാടില്ലാത്ത ചിത്രങ്ങൾ വെച്ച് നടക്കുന്നവരാണെങ്കിൽ എടുത്തു മാറ്റിക്കോ. അത് കീശയിൽ വെച്ച്, അത് ഹാർട്ട് വരുന്ന നെഞ്ചിനോട് ചേർന്ന ഭാഗത്ത് വെച്ച് സുജൂദ് ചെയ്യാൻ വേണ്ടി പള്ളിയിൽ വരുന്നവൻ അബദ്ധത്തിൽ സുജൂദിൽ താഴെ വീണപ്പോൾ ഒഴിവായി പോയവൻ അത് കിട്ടിയപ്പോ നോക്കിയപ്പോഴല്ലേ കാണുന്നത്. പാടില്ല പാടില്ല പാടില്ല, തോന്നിവാസം ചെയ്യാൻ പാടില്ല. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഒരുപാട് ചെറുപ്പക്കാരുടെ തല അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീർത്തും പാടില്ല ചെയ്യരുതെന്ന് പറഞ്ഞ ഖസാ ചെയ്ത് കാണുന്നു. സുബ്ഹാനല്ലാഹ്. എന്താണ് ഖസാ എന്ന് പറഞ്ഞാൽ? അത് ക്രോപ്പ് ചെയ്യലാണ്. ക്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അവിടെയും ഇവിടെയും വെട്ടിമാറ്റലാണ്. തലയുടെ മൂർത്താവ് ബാക്കി വെച്ച് ചുറ്റുഭാഗം വെട്ടിമാറ്റുന്നതിന് ഹറാമായ ഖസയിൽ പെടുമെന്ന് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചുറ്റുഭാഗം മാറ്റി നിർത്തിയിട്ട് മധ്യഭാഗം ചുരണ്ടിക്കളയുന്നതും ഹറാമായ ഖസ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 100 ചെറുപ്പക്കാർ സുബഹിയുടെ ജമാഅത്തിന് പോലും പള്ളിയിൽ വരുന്നവർ നേർച്ചയുണ്ടാകുമ്പോൾ, സ്വലാത്തുണ്ടാകുമ്പോൾ അവിടെ ഓടാനും അവിടെ പ്രവർത്തിക്കാനും മുന്നിലുള്ളവർ അവർ തന്നെ ഇതുപോലെ ഖസ ചെയ്ത തലയുമായിട്ടാണ് നടക്കുന്നത്. ആ ഖസയിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്, അത് മുശ്രിക്കിന്റെ അടയാളമാണെന്നാണ്, കാഫിറിന്റെ
ഫാസനാണെന്നാണ്. അതുകൊണ്ട് കാഫിറിന്റെയും മുശ്രിക്കിന്റെയും സംസ്കാരമാണ് പരിഷ്കാരമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ക്രോപ്പ് തലയിലും പേറിയിട്ട് അള്ളാന്റെ പള്ളിയിൽ സുജൂദിൽ കിടന്നാൽ അല്ലാഹ് സ്വീകരിക്കുമോ ചെറുപ്പക്കാരെ? കാരണം റസൂലുള്ള വിരോധിച്ച ശീലമല്ലേ, ശൈലിയല്ലേ, ഫാഷനല്ലേ, പരിഷ്കാരമല്ലേ? ഹബീബിന് ഇഷ്ടപ്പെടാത്ത പരിഷ്കാരം തലയിൽ പേറിയിട്ട് സുജൂദിൽ കിടന്നാൽ അല്ലാഹു സ്വീകരിക്കുമോ? അതുകൊണ്ട് അറിവില്ലാത്തത് കൊണ്ടോ അബദ്ധത്തിലോ അങ്ങനെ വന്നു പോയവർ, ചെയ്തു പോയവരുണ്ടെങ്കിൽ നാളെ നേരം പുലർന്നാൽ നിങ്ങളുടെ തലയുടെ ഈ പറയപ്പെട്ട ക്രോപ്പ് ഒഴിവാക്കിയിട്ട് നിങ്ങൾ നല്ല രൂപത്തിൽ തല മാറ്റിയെടുക്കണം. എങ്കിലേ സുജൂദ് ഫലത്തിലാകൂ, എങ്കിലേ സ്വലാത്തും മജ്ലിസിലുള്ള പ്രവർത്തനങ്ങളും അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഒരു ചെറുപ്പക്കാരൻ അവൻ സ്വർണമാലയിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ മദ്രസയിലെ ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ഓ ചെറുപ്പക്കാരാ, സ്വർണം പുരുഷന് ഹറാമാണ്, അതുകൊണ്ട് ഈ സ്വർണമാല നീ ഒന്ന് അഴിച്ചു വെക്കണം. അവൻ ഉസ്താദ് പറഞ്ഞപ്പോ വാശിയായി, ഇനി ഞാൻ സ്വർണമാലയൂടും സ്വർണ വളയൂടും. അങ്ങനെ ഒരു ആലിമ് പറഞ്ഞതിലുള്ള ധിക്കാരം കൊണ്ട് സ്വർണമാലയും സ്വർണ വളയും ഇട്ട് 2 ദിവസം അവൻ നടന്നു. 3-ാമത്തെ ദിവസം അവൻ ആക്സിഡന്റായി. 3-ാമത്തെ ദിവസം സുബ്ഹാനല്ലാഹ് അവൻ മരണപ്പെട്ടാൽ അവന്റെ കഴുത്തിൽ മരിച്ചു കിടക്കുമ്പോ സ്വർണമാലയുണ്ട്, അവന്റെ കയ്യിൽ സ്വർണമോതിരമുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവന്റെ മയ്യത്ത് കൊണ്ടുവന്ന് കുളിപ്പിക്കുമ്പോൾ കുളിപ്പിക്കുന്നവർക്കത് ഊരി മാറ്റാമല്ലോ, കഴുത്തിലെ സ്വർണമാല എടുത്തു വെക്കാമല്ലോ. അവൻ മത്സര ബുദ്ധിയോടുകൂടെ സ്വർണം ഹറാമായത് ധരിച്ചവനാണെങ്കിൽ തന്നെ ഖബറിലേക്ക് പോകുമ്പോൾ അവന്റെ ശരീരത്തിൽ അതില്ലാതെ പോകാമല്ലോ. അതേസമയം നേരത്തെ പറഞ്ഞ ക്രോപ്പ് ചെയ്ത തലയുമായി എത്ര ചെറുപ്പക്കാര് അപകടത്തിൽ മരണപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, ഒരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് ആക്സിഡന്റിൽ മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ ചിത്രം കണ്ടു. നോക്കുമ്പോൾ തലേ ദിവസം ക്രോപ്പ് ചെയ്ത ഫോട്ടോയാണ് കാണുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അത് കാഫിറിന്റെയും മുശ്രിക്കിന്റെയും ഫാഷനും പരിഷ്കാരവുമാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞില്ലേ? ആ ഹറാമായ മുശ്രിക്കിന്റെ പരിഷ്കാരവും പേറിയിട്ട ചെറുപ്പക്കാരൻ ഖബറിൽ പോയില്ലേ? അവന്റെ മയ്യത്ത് കുളിപ്പിച്ചവർക്ക് അവന്റെ തലയിലെ കസ എടുത്ത് മാറ്റാൻ കഴിഞ്ഞോ? ക്രോപ്പ് ചെയ്ത മുടി ശരിയാക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. അതുകൊണ്ട് സ്വർണമാലയിട്ട് ധിക്കാരം കാട്ടി അവൻ ഖബറിൽ പോകുമ്പോൾ അവന്റെ ശരീരത്തിൽ സ്വർണമാലയില്ല. പട്ടുവസ്ത്രം ധരിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അഹങ്കാരത്തോടുകൂടെ പട്ടിന്റെ പാൻ്റെടുത്ത് നടന്നവൻ അവന് മരണപ്പെട്ടാൽ ഖബറിലെത്തുമ്പോഴേക്ക് അത് ഊരി മാറ്റാൻ സാധിച്ചേക്കും. എന്നാൽ ഈ വിധം തല കേടുവരുത്തിയവന്റെ തല നന്നാക്കാൻ പറ്റൂല. 1000 കൊല്ലം ഖബറിൽ കിടന്ന് ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്തും കഴിഞ്ഞ് മഹ്ശറിലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുമ്പോ നിന്റെ തല അതുപോലെ തന്നെ ചുറ്റുവട്ടം മുറിച്ചു മാറ്റിയിട്ട് കാഫിറിന്റെ ഫാഷനും തലയിൽ പേറി മഹ്ശറയിൽ വരുമ്പോൾ ഹബീബായ തങ്ങളുടെ ഹൗദിന്റെ പരിസരത്തേക്ക് വെള്ളം തരുമോ എന്നും ചോദിച്ച് ചൊല്ലാൻ നിനക്ക് ധൈര്യമുണ്ടാകുമോ ചെറുപ്പക്കാരാ? അതുകൊണ്ട് തല നന്നാക്കണം. ചില്ലറ വിഷയമല്ല, വലിയ വിഷയമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. കൽബിന്റെ ശുദ്ധി, അത് വല്ലാത്ത ശുദ്ധി വേണം. അങ്ങനെ ശുദ്ധിയുള്ള കൽബാണെങ്കിലേ നമ്മുടെ കൽബിലേക്ക് അള്ളാന്റെ ഹബീബ് കയറി വരൂ, ഹബീബിനെ നമുക്ക് കാണാൻ കഴിയൂ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീറുർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വലിയ മഹാനാണ്, നമുക്കറിയാമല്ലോ. അഖ്താബുകളുടെ കൂട്ടത്തിൽ വളരെ മഹത്വമുള്ള മഹാനാണ്, സ്ഥാനമുള്ളയാളാണ് അഹ്മദുൽ കബീറുൽ റിഫാഈ. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അശ്ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് 10,000 കേടുവന്ന കൽബുള്ള മനുഷ്യന്മാരുടെ ഹൃദയം നന്നാക്കാൻ വഅ്ള് പറഞ്ഞയാളാണ്. അവിടുത്തെ വഅ്ളിന്റെ സദസ്സിൽ 1,00,000 മനുഷ്യന്മാരുണ്ടാകുമ്പോൾ 10 ലക്ഷം ജിന്നുകൾ ഉണ്ടാകാറുണ്ടെന്ന് താരീഖ് പറയുന്നുണ്ട്. ആ നിലക്ക് മനുഷ്യരും ജിന്നുകളും എല്ലാവരും വഅ്ള് കേൾക്കാൻ വരികയും
സുബ്ഹാനല്ലാഹ്. ബക്കറ്റ് പിരിവ് വരുന്നുണ്ട്. പാട്ടപ്പിരിവ് നന്നായി സഹായിക്കണം, എല്ലാവരും സഹായിക്കണം. കഴിഞ്ഞ മാസം കൊടുത്തതിനേക്കാൾ വലുത് കൊടുക്കണം. അല്ലാഹു തആല തന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ കീശയിൽ വെച്ച് കൊണ്ടുവന്നത്, ആ കൊണ്ടുവന്നതിൽ നിന്ന് ഏറ്റവും വലുത് അത് കൊടുത്ത് നമ്മൾ പോകണം. ഇൻഷാ അല്ലാഹ് അപകടങ്ങളെ തൊട്ടും അത്യാഹിതങ്ങളെ തൊട്ടും നമ്മുടെ സ്വതക്കകൾ നമുക്ക് കാവലാകും. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞതാണല്ലോ, കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്ക് പള്ളിയിൽ ഒരാൾ വന്നിരുന്നു, സഹായം ചോദിച്ച്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും. അയാൾ ഏകദേശം ഒരു 10-13 കൊല്ലം മുമ്പ് റെയിലിലേക്ക് വീണ് ട്രെയിന് കയറിയിട്ട് 2 കാലും സുബ്ഹാനല്ലാഹ് തൊടയിൽ മുറിഞ്ഞ ആളാണ്, വലത്തെ കൈ തോളിലും മുറിഞ്ഞ ആളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 2 കാലും ഇല്ല, കയ്യും ഇല്ല. അങ്ങനെയുള്ള ആളുകൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ടല്ലോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. 2 ആഴ്ച മുമ്പ് ഞങ്ങൾ അജ്മീറിൽ പോയി. മഹാനായ ഖാജ തങ്ങളുടെ വസതിയിൽ നിൽക്കുമ്പോൾ അവിടെ മഹാനായ ഖാജ തങ്ങളുടെ വലിയ കറാമത്ത് വെളിവായ അനാസാഗർ തടാകമുണ്ട്. ആ തടാകം കണ്ടുവരുമ്പോൾ ശക്തിയായ മഴ പെയ്തു. ആ മഴയിൽ നിങ്ങൾക്കറിയാമല്ലോ അജ്മീറിന്റെ പ്രകൃതി, ചളിയും അതുപോലെ വൃത്തികെട്ട വെള്ളവും വന്നിട്ട് റോഡാകെ ചളി മലിനമായി കിടക്കുമ്പോൾ അതിലൂടെ നടക്കാൻ തന്നെ നമുക്ക് പ്രയാസമാണ്. ചെരുപ്പ് കാലിലുണ്ടെങ്കിൽ തന്നെ അസഹ്യമാണ്. ആ നിലയ്ക്ക് വിഷമത്തോടുകൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോ ഒരു മനുഷ്യനുണ്ട്, ഉരുണ്ടുരുണ്ട് വരുന്നു. ആ ഉരുണ്ടുരുണ്ട് വരുന്ന മനുഷ്യന്റെ തലയിൽ ഒരു തൊപ്പി വെച്ചിട്ടുണ്ട്. അയാൾക്കൊരു ചെറിയ പാൻറ്, ആ പാൻറ് മുറിച്ചിട്ട് ധരിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അയാളുടെ ബാക്കിയുള്ള ഭാഗത്ത് പുറത്ത് ഏതോ വാഹനത്തിന്റെ ട്യൂബ് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. 2 കാലും അശേഷമില്ല കേട്ടോ, 2 കൈയും തീരെ ഇല്ല കേട്ടോ. അയാൾ ഒരു ചക്രം പോലെ റോട്ടിലൂടെ ഇങ്ങനെ കറങ്ങിയിട്ടാണ് സഞ്ചരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മുന്നിലൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന്റെ ഉരുളലിൽ അദ്ദേഹം ഇങ്ങനെ കറങ്ങി ഉരുണ്ടുരുണ്ട് പോകുമ്പോ പാത്രം അങ്ങനെ നീങ്ങാണ്. അതിലേക്ക് ആരൊക്കെയോ 50 പൈസയും 50 പൈസയും 1 രൂപയും ചെറിയത് നോക്കി നമ്മൾ ഇട്ടുകൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അത് കഴിഞ്ഞങ്ങനെ പോകുമ്പോ അതിനേക്കാൾ ഭയാനകമായ തോളുവരെ ഇല്ലാത്ത മറ്റൊരാൾ ഉരുണ്ടുരുണ്ട് വരുന്നു. ഈ നിലക്ക് മുസീബത്തുകളിലും ദുരിതങ്ങളിലും ദുരന്തത്തിലും പെട്ട് കഴിയുന്നവരില്ലേ? പടച്ചവനെ, നേരം പുലർന്നാൽ പാതിര വരെ ഞങ്ങൾ വാഹനങ്ങളിലാണ്, റോഡിലാണ്, സഫറിലാണ്. ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാഹ്. ജോലി തേടി, അന്നം തേടി രാവിലെ പ്രഭാത സമയത്ത്, അത്താഴ സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരാണ് ഞങ്ങളുടെ ചെറുപ്പക്കാർ. കാവല് നൽകണേ അല്ലാഹ്. മത്സ്യക്കച്ചവടക്കാരുണ്ട്, അവര് രാത്രി 3 മണി സമയത്ത് വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നവരാണ്. ഉച്ചക്ക് വരാം കേട്ടോ, വരുമ്പോൾ കൊണ്ടുവരാം കേട്ടോ. ഈ നിലക്ക് വീട്ടിലുള്ളവരോടും മക്കളോടും സമ്മതം പറഞ്ഞു പോകുന്നവർ. സുബ്ഹാനല്ലാഹ്. റബ്ബേ, നിന്റെ കാവലിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സാദാത്തുക്കളും ആലിമീങ്ങളും ഞങ്ങളുടെ ഉലമാഉം ഉമറാവും ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തകന്മാരും എല്ലാവരും എപ്പോഴും യാത്രയിലാണ്. നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാഹ്. അപകടങ്ങളിൽ പെടുത്തരുതേ അല്ലാഹ്. അത്യാഹിതങ്ങൾ വരുത്തരുതേ അല്ലാഹ്. ദുർമരണങ്ങളും ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും ദുരൂഹതയുള്ള മരണങ്ങളിലും പെടുത്തരുതേ അല്ലാഹ്. ഞങ്ങൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ പോകണ്ട, കാണണ്ട, കാണാൻ കഴിയൂല എന്ന് ഞങ്ങളെപ്പറ്റി പറയുന്ന വിധം ഞങ്ങളാക്കരുതേ അല്ലാഹ്. കണ്ടില്ലേ, പോയില്ലേ, കാണേണ്ടതാണ്. ആ നിലക്ക് സൗന്ദര്യത്തോടുകൂടെ ഈമാനിന്റെ പ്രഭയോടുകൂടെ സ്വർഗം കണ്ടു മരിച്ച് ഈമാനിന്റെ വെളിച്ചം മുഖത്തിൽ മുറത്തുൽ ഹമദാനി തങ്ങൾക്കുണ്ടായ ഇമാമുകൾ എഴുതി വെച്ച അനുഭവം പോലെ പുഞ്ചിരിച്ച് കിടക്കുന്ന മയ്യിത്തുകളായി ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളുടെ സാന്നിധ്യമുണ്ടാകുന്ന മരണം വേണം. സ്വാലിഹീങ്ങൾ ദുആ ചെയ്യാൻ വരുന്ന മരണം വേണം. 100 കണക്കിന് മുഅ്മിനീങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്കറിയുന്നവരും അറിയാത്തവരും ദുആ ചെയ്യുന്ന സംവിധാനം വേണം. റബ്ബേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്.
ബക്കറ്റിൽ സംഭാവന നൽകിയവരും സ്വർണം നൽകിയവരും വെള്ളി നൽകിയവരും അതുപോലെ ഇവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടെ സഹായിച്ചവരും എല്ലാവർക്കും നീ ആഫാത്തുകളിൽ നിന്ന് സംരക്ഷണം നൽകണേ അല്ലാഹ്. ഹജ്ജിനും ഉംറക്കും ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖൽബ് ശുദ്ധിയായി തഖ്വയിൽ കഴിഞ്ഞ് ആഖിബത്ത് നന്നായി റബ്ബാകുന്ന നിന്നെ കാണുന്നതുവരെ എത്തിപ്പെടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇരിക്കട്ടെ, ബഹുമാനപ്പെട്ട ഖുതുബുൽ അഖ്താബ് മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 10,000 ആളുകൾക്ക് വഅദ് പറഞ്ഞ മഹാൻ അവിടുന്ന് ലോകർക്ക് നൽകിയ ഉപദേശങ്ങളാണ് അൽ ഫതഹുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി മുഴുക്കെ. അതുപോലെ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടെന്നും ഘോരമായ വഅദ് പറഞ്ഞ മഹാനാണ്. 100,000 ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകിയ മഹാനാണ്. അതേ അവിശ്വാസികൾക്ക് ഷഹാദത്തിന്റെ വെളിച്ചം പകർന്നു കൊടുത്ത മഹാനാണ്. അവിടുന്ന് നിർദ്ദേശിച്ച ഉപദേശിച്ച ധാരാളം വാക്യങ്ങളുടെ കൂട്ടത്തിൽ പ്രസക്തമായതൊന്ന് ഇമാമുകൾ എഴുതി വെച്ചത് പറയട്ടെ. ലാ യഹ്സുലു ലിൽ അബ്ദി സഫാഉ സ്വദ്രി ഹത്താ ലാ യബ്ഖാ ഫീ ഖൽബിഹി ശൈഉൻ മിനൽ ഖബസി ലാ ലിഅദുവിൻ വലാ ലിസദീഖിൻ വലാ ലിഅഹദിൻ മിൻ ഖൽഖില്ലാഹി അസ്സ വജല്ല ഹുനാലിക യത്തളിഹു ഹുനാലിക തസ്തഗ്നിസു ബികൽ വഹൂശ് വത്തുയൂറു മിൻ നൗകാരിഹാ ويتضح لك سر الحاء والميم. അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ഉപദേശമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എപ്പോഴാണ് കൽബ് നന്നാകല്? കൽബ് സ്ഫുടം ചെയ്തെടുക്കൽ എങ്ങനെയാണ്? കൽബ് മിനുസപ്പെടൽ എങ്ങനെയാണ്? കൽബ് പൂർണ്ണമായും ശുദ്ധീകരണം കിട്ടിയതാകലപ്പോഴാണ്. ലാ യഹ്സുലു ലിൽ അബ്ദി സഫാഉ സ്വദ്ർ حتى لا يبقى في قلبه شيء من الخبث لا لعدو ولا لصديق ولا لأحد من خلق الله عز وجل. അവന്റെ ഹൃദയത്തിൽ നിന്ന് എല്ലാ വൃത്തികേടുകളും ഒഴിവാക്കണം. حتى لا يبقى في قلبه شيء من الخبث. വൃത്തികേടൊന്നും കൽബിൽ ഉണ്ടാകരുത്. അസൂയ ഉണ്ടാകരുത്, വെറുപ്പുണ്ടാകരുത്, ദേഷ്യമുണ്ടാകരുത്, വിരോധമുണ്ടാകരുത്, വൈരാഗ്യമുണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, ആ നിലക്കൊന്നും ഉണ്ടാകരുത്. ലാ ലിഅദുവിൻ വലാ ലിസദീഖ്. ശത്രുവിനോടുമുണ്ടാകരുത്, മിത്രത്തോടുമുണ്ടാകരുത്. നമ്മെ തോൽപ്പിക്കാൻ വേണ്ടി, നമ്മെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവനോടും നമുക്ക് വെറുപ്പ് വേണ്ട. നമ്മുടെ മകളുടെ വിവാഹം മുടക്കിയവനോടും നമുക്ക് വെറുപ്പ് വേണ്ട. നമ്മുടെ മകന്റെ വീട് പണിക്ക് വാഹനം ലോറിയിൽ കല്ല് കൊണ്ടുവരുമ്പോൾ അത് തടഞ്ഞു നിർത്തിയവനോടും നമുക്ക് വെറുപ്പ് വേണ്ട. നമ്മുടെ മൃഗത്തെ വെട്ടിക്കൊന്നവൻ, കയറൂരി വിട്ടവൻ, വാഹനത്തിന്റെ കാറ്റൊഴിവാക്കിയവൻ, ഏത് നിലക്ക് നമ്മളോട് അക്രമം പ്രവർത്തിച്ചവനാണെങ്കിലും അവനോട് നമുക്ക് വെറുപ്പ് വേണ്ട. ലാ ലിഅദുവിൻ വലാ ലിസ്സദീഖ്. അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയുന്നത്, നിങ്ങൾ മിത്രത്തോടും വെറുപ്പുണ്ടാകരുത്. സുബ്ഹാനല്ലാഹ്, നല്ല സുഹൃത്തുക്കളാണ്, അടുപ്പത്തിലാണ്. ഒരു ബിസിനസ്സിൽ ഷെയർ കൂടിയിട്ട് പാർട്ട്ണർമാരായി തുടങ്ങിയതാണ്. പക്ഷേ ബിസിനസ് വലുതാകുമ്പോൾ പാർട്ട്ണറെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരില്ലേ? വേണ്ട വേണ്ട. സുബ്ഹാനല്ലാഹ്, ജ്യേഷ്ഠനും അനുജനും ഒന്നിച്ചൊരു സ്ഥലം വാങ്ങി, രണ്ടുപേരും കൂടെ സന്തോഷത്തിൽ വീട് വെക്കാൻ തുടങ്ങി. പിന്നെയല്ലേ അവർക്ക് പരസ്പരം മനസ്സിനകൽച്ച വരുന്നത്? വേണ്ട വേണ്ട. ലാ ലിഅദുവിൻ വലാ ലിസ്സദീഖിൻ. ഇഷ്ടപ്പെട്ടവനോടും വെറുപ്പുള്ളവനോടും ആരോടും നിന്റെ മനസ്സിൽ ഖബസ് വേണ്ട. അങ്ങനെ നിന്റെ ഖൽബ് ശുദ്ധമായാൽ വലാ ലിഅഹദിൻ മിൻ ഖൽഖില്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ മൃഗങ്ങളോടോ ഇഴജന്തുക്കളോടോ പ്രാണികളോടോ പറവകളോടോ ഒന്നിനോടും നിനക്ക് വെറുപ്പ് വേണ്ട. ആ നിലക്ക് നിന്റെ ഖൽബ് ശുദ്ധമായാൽ
അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയാണ്, ഹുനാലിക തസ്തഇനിസു ബികൽ വുഹൂസ്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നിന്റെ കൽബ് ഉയർന്നു കിട്ടിയാൽ കാടുകളിൽ നിന്ന് കാട്ടുജീവികളും കാട്ടുമൃഗങ്ങളും സിംഹവും പുലിയും കാട്ടാനയും ഇറങ്ങി വന്ന് നിന്നോട് കൂട്ടുകൂടാനും ഉല്ലാസത്തിനും വരുമടാ. ഹുനാലിക തസ്തഇനിസു ബികൽ വുഹൂസ്. മഹാന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ലേ, മഹാനായ സിയം വലിയുല്ലാഹിൽ മടവൂർ മഹാനവർകളെ പ്രത്യേകം അനുസ്മരിക്കപ്പെടുന്ന സമയമല്ലേ. മഹാനവർകൾ മൈസൂരിലും മറ്റും കാടുകളിൽ ഇബാദത്തിൽ മുഴുകിയ സമയത്ത് കാട്ടാനയുടെ കൂടെ, പുലിയുടെ കൂടെ, കടുവയുടെ കൂടെ സഞ്ചരിച്ചതും അതേ കൂടെ ഇടപഴകിയതുമൊക്കെ കണ്ടവര് രേഖപ്പെടുത്തിയത് നിങ്ങൾ വായിച്ചിട്ടില്ലേ പ്രവർത്തകരെ? അള്ളാഹുവിന്റെ മഹാന്മാർ അവരുടെ കൽബ് അള്ളാഹുവിലേക്ക് തിരിച്ചു കൊടുത്തു. അവർ കൽബ് പൂർണ്ണമായും ശുദ്ധീകരിച്ചു. അവർ നേരത്തെ അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞതുപോലെ ആരോടും ഒരു നിലക്കുമുള്ള വിദ്വേഷമോ വെറുപ്പോ ഇല്ലാതെ എല്ലാ ചിന്തയും ഇലാഹിയായ ചിന്തകൾ, ഞാൻ അള്ളാഹുവിന്റെ ഒന്നാന്തരം അടിമയാകണമെന്ന നിലക്ക് നേരത്തെ പറഞ്ഞതുപോലെ കൽബിനെ സന്നദ്ധമാക്കിയപ്പോൾ, തയ്യാറാക്കിയപ്പോൾ അവർക്ക് കാട്ടാനകളുടെ കൂടെ നടക്കാൻ കഴിഞ്ഞു. അവരുടെ അരികിലേക്ക് സിംഹങ്ങൾ വരുന്നു. ഇത് മഹാനായ സിയം വലിയുല്ലാഹി തങ്ങളുടെ കറാമത്ത് എഴുതി വെച്ച ഭാഗത്ത് വായിക്കാം. എന്നാൽ അതുപോലെ നിങ്ങൾ മറ്റൊന്ന് കേൾക്കൂ. റസൂലില്ലാ യുദ്ധത്തിന് പോയിട്ട് വഴിപഴച്ചു പോയതാണ് സഫീന റളിയല്ലാഹു അൻഹു. വഴിപഴച്ചു പോയി, ഒറ്റപ്പെട്ടു പോയി, നാട്ടിലെത്താൻ വഴിയറിയാതെ വന്നു. അപ്പോഴാണ് ഒരു സിംഹം വരുന്നത്. ആ സിംഹത്തിന്റെ പുറത്ത് കയറിയിട്ട് സഫീന റളിയല്ലാഹു അൻഹു മദീനയുടെ ബോർഡർ വരെ വന്നു. ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തൈമിയ്യയുടെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ബൈന ഔലിയാഇ ശൈത്താനിൽ വരെ ഉദ്ധരിച്ചത് കാണാം. മഹാനായ സിലത്ത് ഇബ്നു അസിയം റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് വലിയ സ്വാഹിബുൽ ബഹ്ജത്തി വൽ കറാമ, വലിയ കറാമത്തിന്റെ സ്വാഹിബാണ് സിലത്ത് ഇബ്നു അസിയം റളിയല്ലാഹു അൻഹു. യുദ്ധത്തിന് പോയി. യുദ്ധത്തിനിടയിൽ മഹാനവർകളുടെ കുതിര ശത്രുവിന്റെ വെട്ടേറ്റ് ചത്തു വീണു. ഉടനെ ഒരൊറ്റ ദുആ, അല്ലാഹ് എന്നെ ജനങ്ങൾക്കിടയിൽ വഷളാക്കരുത്. വീട്ടിൽ നിന്ന് സ്വന്തം വാഹനത്തിൽ കുതിരപ്പുറത്ത് കയറി വന്നവനാണ് ഞാൻ. വന്നത് നിന്റെ ദീനിന്റെ സംരക്ഷണത്തിനും പ്രവർത്തനത്തിനുമാണ്. ഇവിടെ എത്തിയപ്പോൾ എന്റെ വാഹനം ശത്രുക്കളാൽ കൊല്ലപ്പെട്ട് ഇവിടുന്ന് വാടകയ്ക്ക് വണ്ടി വിളിച്ചു പോകേണ്ടത് എനിക്ക് ഓർക്കാൻ വയ്യ. അതുകൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന വാഹനത്തിൽ തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണം. സിലത്ത് ഇബ്നു അസിയം തങ്ങൾ ദുആ ചെയ്തപ്പോൾ വെട്ടുകിട്ട് ചത്ത് കിടക്കുന്ന കുതിര എഴുന്നേറ്റ് നിന്നു. ആ കുതിരപ്പുറത്ത് സിലത്ത് ഇബ്നു അസിയം തങ്ങൾ കയറിയിട്ട് വീട്ടിലേക്ക് പോയി. വീടിന്റെ മുറ്റത്ത് ചെന്ന് വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങിയിട്ട് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മകനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ഓടിവാടാ. കുതിരയുടെ പുറത്ത് നിന്ന് ആ വിരിച്ചിരിക്കുന്ന തുണിയും മറ്റു സാധനങ്ങളും പെട്ടെന്ന് എടുക്കടാ മോനെ. കാരണം ഇത് യുദ്ധക്കളത്തിൽ ചത്തു വീണിട്ട് അല്ലാഹുവിനോട് ചോദിച്ചു കിട്ടിയതാണ്, പെട്ടെന്ന് എടുക്കൂ. മകൻ കുതിരപ്പുറത്ത് നിന്ന് തുണിയും സാധനങ്ങളും എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴേക്ക് കുതിര പിന്നെയും ചത്തു വീണു. അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാൻ വ ബൈന ഔലിയാഇ ശൈത്താൻ ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ എഴുതി വെച്ചത് കാണാം. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുഅ്മിനീങ്ങളെ, ആ സിലത്ത് ഇബ്നു അസിയം റളിയല്ലാഹു അൻഹു അവിടുന്ന് മറ്റൊരു യുദ്ധ നേരത്ത് അതേ അനുജനന്മാരുടെ കൂടെ സമരരംഗത്ത് സജീവമായി യുദ്ധത്തിനുള്ള യാത്രയിലാണ്. യാത്രക്കടയിൽ മഹാനവർകൾ രാത്രി സമയത്ത് കൂടാരം കെട്ടിയിട്ട് ആളുകൾ കിടന്നുറങ്ങാൻ ഒരുങ്ങിയപ്പോൾ മഹാനവർകൾ കിടന്നുറങ്ങിയില്ല. എല്ലാവരും പറഞ്ഞു, നീണ്ട യാത്രയാണ് ഇനിയും വരാനുള്ളത്, കിടന്നുറങ്ങണം. മഹാനവർകൾ ഉറങ്ങിയില്ല. നിങ്ങൾ ഉറങ്ങാതെ ഞങ്ങൾ ഉറങ്ങൂല. അപ്പോഴാണ് സിലത്ത് ഇബ്നു അസിയം റളിയല്ലാഹു അൻഹു ഒരു കൂടാരത്തിൽ കയറിയിട്ട് ഒരല്പസമയം കിടന്നു. ആളുകളൊക്കെ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ മഹാനവർകൾ എഴുന്നേറ്റ് പുറത്തിറങ്ങിയിട്ട് ഒഴിഞ്ഞു പോകുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ കൂടെ കൂടി. നോക്കി എവിടേക്കാ പോകുന്നത്? സുബ്ഹാനല്ലാഹ്, വിജനമായ സ്ഥലം നോക്കിയിട്ട്, ആളൊഴിഞ്ഞ ഭാഗം നോക്കിയിട്ട് പോവാണ്. രാത്രി സമയത്ത് പാതിരാക്ക് നടന്ന് കാട്ടിന്റെ ഉള്ളിൽ കയറി. പിന്നാലെ
കൂടിയ ചെറുപ്പക്കാരനല്ലേ പിന്നീട് ഇത് പുറത്തു പറയുന്നത്. നടന്ന് കാട്ടിലെത്തിയപ്പോൾ ഒരു പരന്ന പ്രദേശം കണ്ടു. അവിടെ ഖിബ്ല നോക്കിയിട്ട് മഹാനായ സിലത്ത് ഇബ്നു അസ്യം നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ കാത്തു നിൽക്കുകയാണ്. പാതിര കഴിഞ്ഞപ്പോൾ അതേ കാട്ടുമൃഗങ്ങളുടെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. സിംഹം മലറുന്നത് കേൾക്കാൻ തുടങ്ങി. പുലി അട്ടഹസിക്കുന്നത് കേൾക്കാൻ തുടങ്ങി. പുലിയുടെയും സിംഹത്തിന്റെയും അട്ടഹാസം ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. വല്ലാതെ അടുത്തേക്ക് മൃഗങ്ങളുടെ ശബ്ദം എത്തിയപ്പോൾ ഞാനൊരു ഉയർന്ന മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അഭയം തേടി. സിലത്ത് ഇബ്നു അസ്യം സുജൂദിലാണ്. അപ്പോഴാണ് ഒരു സിംഹം, വലിയ സിംഹം, ആ സിംഹം വന്നിട്ട് സിലത്ത് ഇബ്നു അസ്യം സുജൂദിൽ കിടക്കുമ്പോ അവിടത്തെ കഴുത്തിലേക്ക് തൊള്ളയും പൊളിച്ചിങ്ങനെ കാത്തു നിൽക്കുകയാണ്. സുജൂദിൽ നിന്ന് എഴുന്നേറ്റാൽ കടിക്കണമെന്ന നിലക്ക് കാത്തു നിൽക്കുകയാണ്. മരത്തിന്റെ മുകളിൽ കയറിയിട്ട് അഭയം തേടിയ ഞാൻ ബേജാറായി നോക്കി നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുജൂദിൽ നിന്ന് തല ഉയർത്തി അത്തഹിയാത്തുൽ മുബാറകാതുസ് സ്വലവാതുത് ത്വയ്യിബാതു ലില്ലാ, അത്തഹിയാത്ത് ചൊല്ലിക്കഴിഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, സലാം വീട്ടിയ ഉടനെ തൊള്ളയും പൊളിച്ച് കാത്തു നിൽക്കുന്ന സിംഹത്തിനോടൊരു അഭ്യർത്ഥന. ഓ സിംഹമേ, നീ അള്ളാന്റെ അടിമയല്ലേ? അതേ, അള്ളാന്റെ മറ്റൊരടിമയാണു ഞാൻ. അതുകൊണ്ട് നീ നിന്റെ റിസ്ഖും തേടി ഭക്ഷണവും തേടി ഇറങ്ങിയതാണെങ്കിൽ നിവൃത്തിയില്ല, നിനക്ക് കിട്ടിയ ഭക്ഷണം കഴിക്കുക തന്നെ വേണം. അതേ സമയത്ത് നിനക്ക് എന്നെ തന്നെ ഭക്ഷണമാക്കണമെന്നില്ലെങ്കിൽ ഫത്ലുബ് റിസ്ഖൻ ഗൈരി, വേറെ വല്ല ഭക്ഷണവും കിട്ടുമോ എന്ന് നോക്ക്, എന്നെ തന്നെ ഭക്ഷണമാക്കണോ? സിലത്ത് ഇബ്നു അസ്യം തങ്ങളങ്ങ് ചോദിച്ചപ്പോൾ വേണ്ട, നിങ്ങൾ ഇവിടെ ഇരുന്നോ എന്ന് പറയുന്ന നിലക്കൊരു ശബ്ദം പുറപ്പെടുവിച്ച് സിംഹം തിരിച്ചുപോയി. ഇബ്നു തൈമിയ്യയുടെ അൽ ഫുർഖാൻ ബൈന ഔലിയാഇർ റഹ്മാനിൽ കാണാം. ഈ നിലക്ക് ഹൃദയം ശുദ്ധീകരിച്ച മഹാന്മാർ, അവരുടെ അരികിലേക്ക് സിംഹങ്ങൾ വരും, കാട്ടുമൃഗങ്ങൾ വരും. ഹുനാലിക തസ്തഇനിസു ബികൽ വുഹൂശു, അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ വാക്കാണ്. പിന്നെ മഹാനവർകൾ പറഞ്ഞു, വത്തുയൂറു മിൻ ഔകാരിഹ, കാടുകളിൽ കൂടുകളിൽ കഴിയുന്ന പക്ഷികൾ അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് നിന്റെ കൂടെ വരും, നിന്നോട് ഉല്ലാസത്തിന് വരും. എന്നിട്ട് മഹാനവർകൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, നിങ്ങൾ കേട്ടിട്ടില്ലേ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു, 4 മദ്ഹബിന്റെ ഇമാമുകളിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായി വന്ന 10 ലക്ഷം ഹദീസ് മനപ്പാഠം പഠിച്ച അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ അത് മഖ്ലൂഖാണ്, റബ്ബിന്റെ സൃഷ്ടിയാണെന്ന വാദത്തിൽ ഒരു പുത്തൻവാദികൾ വന്നപ്പോൾ അതിനെതിരെ നിലകൊണ്ടു, പ്രവർത്തിച്ചു, പ്രസംഗിച്ചു, പ്രബന്ധമെഴുതി. അതിന്റെ പേരിൽ ഒരുപാട് തീഷ്ണമായ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി. ധാരാളം മുത്തവക്കിൽ രാജാവും മുഅ്തസിം രാജാവും അവരുടെ കാലയളവിൽ ധാരാളം ശിക്ഷയനുഭവിച്ചു, ജയിലിൽ കടന്നു, ചാട്ടവാറ് കൊണ്ടടി വാങ്ങി, ശരീരം മുഴുക്കെ മുറിവ് പറ്റി. സുബ്ഹാനല്ലാഹ്, ജയിലിൽ ചാട്ടവാറ് കൊണ്ട് അടികിട്ടിയിട്ട് ബോധരഹിതനായി കിടക്കുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്ത് പുറഭാഗത്ത് വാളിന്റെ മൊന കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ട് അടയാളപ്പെടുത്തും, ചോര ഒലിപ്പിക്കും പട്ടാളക്കാര്. സുബ്ഹാനല്ലാഹ്, മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനോടടുത്ത സമയം ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, മൂത്രമൊന്ന് പരിശോധിക്കണം. പരിശോധനയ്ക്ക് കൊടുത്തയച്ചു. പരിശോധന കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോ കാണുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, ജയിലിൽ നിന്ന് കിരാതമായ മർദ്ദനങ്ങളേറ്റതിന്റെ പേരിൽ കൽബ്, ഹൃദയമാകെ പൊടിഞ്ഞു പോയ ഒരു മനുഷ്യന്റെ മൂത്രമാണിത്. ഈ മനുഷ്യൻ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് ഡോക്ടർമാർ അത്ഭുതം പറഞ്ഞത്. ആ നിലക്ക് രാജാക്കന്മാരിൽ നിന്ന് പരീക്ഷണങ്ങളും പ്രതിസന്ധികളുമുണ്ടായ അഹ്മദ് ഇബ്നു ഹംബൽ ശൈബാനി റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് രോഗം മൂർച്ഛിച്ചപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ വാതിലുകൾ അടച്ച് വീടുകൾ പൂട്ടിയിട്ട് മഹാനവറുകളുടെ വിവരമറിയാൻ വന്നു. മനുഷ്യര് മാത്രമല്ല,
അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ വസതിയിൽ മൃഗങ്ങൾ വന്ന് കരയുന്നു, പക്ഷികൾ വന്ന് കരയുന്നു, പ്രാണികൾ വന്ന് കരയുന്നു. അഇമ്മത്ത് രേഖപ്പെടുത്തിയത് കാണാം. അതുകൊണ്ട് തന്നെ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ വഫാത്തായപ്പോൾ 16 ലക്ഷം ആളുകളാണ് അവിടുത്തെ പേരിൽ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തതെന്ന് ഇമാമിങ്ങൾ എഴുതി വെച്ചത് കാണാം. 20,000 മജൂസികളും യഹൂദികളും മഹാനവറുകളുടെ വഫാത്തിന്റെ ശേഷം വഫാത്തിനൊരുമിച്ചു കൂടിയ ആളുകളെ കണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് താരീഖ് പറയുന്നുണ്ട്. മഹാനായ അബുൽ ഹസനു തൈമി പറയാണ്, എന്റെ ഉപ്പാപ്പ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു വഫാത്തായിട്ട് അവിടുത്തെ ഖബർ ഷരീഫിൽ മറവ് ചെയ്യപ്പെട്ടതിന്റെ ശേഷം അവിടുത്തെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയി. ചെന്നിട്ടോ അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറിന്റെ അരികിലേക്ക് നീണ്ട 7 ദിവസം രാത്രിയും പകലും വരിക്ക് നിന്നിട്ടാണ് എത്താൻ പറ്റിയത്. അത്ര വലിയ ജനത്തിരക്ക് അനുഭവപ്പെട്ട ജനാസയും മഖ്ബറയുമായിരുന്നു അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ വിയോഗവും ശേഷമുണ്ടായ അനുഭവങ്ങളും. ഇത് കണ്ട് തന്നെ 20,000 യഹൂദികളും മജൂസികളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടെന്ന് താരീഖ് പറയുന്നു. അപ്പൊ മഹാനവറുകൾക്ക് രോഗമായപ്പോൾ രോഗവിവരമറിയാൻ മനുഷ്യർക്കു പുറകെ മൃഗങ്ങൾ, പക്ഷികൾ, പറവകൾ, പ്രാണികൾ, ഇഴജന്തുക്കൾ എല്ലാവരും വന്നിരുന്നു. ഹൃദയം ശുദ്ധിയായാൽ എങ്ങനെയാണ്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പിന്നീട് അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറയാണ്, വഹുനാലിക തത്തളിഹു ലക സിർറൽ ഹാഇ വൽ മീം. ഈ നിലക്ക് മഹനീയമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പുറമേ നിനക്ക് മറ്റൊരനുഭവം കൂടെ കിട്ടാനുണ്ട് ഹൃദയം നന്നായാൽ. അതെന്താണ്? സിർറൽ ഹാഇ വൽ മീം. പരിശുദ്ധ ഖുർആനിൽ ഹുറൂഫുൽ മുഖത്തഅ എന്ന പേരിൽ അലിഫ് ലാം മീം, അലിഫ് ലാം മീം റാ, ഹാമീം, ഹാമീം ഐൻ സീൻ ഖാഫ്, ത്വാഹ യാസീൻ കാഫ് ഹാ യാ ഐൻ സ്വാദ്, ഖാഫ് സ്വാദ് നൂൻ തുടങ്ങിയ അക്ഷരങ്ങൾ കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകളില്ലേ, ഹുറൂഫുൽ മുഖത്തഅത്തില്ലേ, ആ അക്ഷരങ്ങളുടെ അസ്റാറുകൾ നിന്റെ ഖൽബിലേക്ക് അല്ലാഹു തആല വെളിപ്പെടുത്തി തരും. നിന്റെ ഹൃദയം ഇതുപോലെ ശുദ്ധമായാലെന്ന് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ഖൽബ് ശുദ്ധിയാകുമ്പോഴാണ് ഒരാൾ സൂഫിയാകുക. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ സ്ഥാപനമാണല്ലോ ബായാർ മുജമ്മഉ സഖാഫത്തി സുന്നിയ. അതിൻ്റെ അവിടെയുള്ള ദഅവയിലെ വിദ്യാർത്ഥികളുടെ അസോസിയേഷൻ പുറത്തിറങ്ങിയ ഒരു ബുള്ളറ്റ്, ഒരു ചെറിയ കുറാസ, ഇത് നിങ്ങൾക്കൊക്കെ തരുമ്പോൾ നിങ്ങളൊക്കെ എന്തെങ്കിലും സംഭാവന കൊടുക്കണം. അവിടെയുള്ള കുട്ടികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ സഹായമാകും. എല്ലാവരും ഇത് വാങ്ങണമെന്നും അതിന് സഹായിക്കണമെന്നും സംഭാവനകൾ കൊടുക്കണമെന്നും അറിയിക്കുന്നു. ഇസ്ലാമിക യാത്ര, മര്യാദകളും മസ്അലകളും എന്ന തലക്കെട്ടിൽ കെ ശംസുദ്ദീൻ പെരിഞ്ചേരി ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കിട്ടും. അതും വാങ്ങിയാൽ നമ്മുടെ യാത്രയിൽ വേണ്ട ദുആകൾ, ജംഅ്, ഖസ്ർ അടക്കമുള്ള മസ്അലകൾ, വിഷയങ്ങളൊക്കെ ഉണ്ട്. അതും ഖിബ്ലയുടെ ഗവേഷണം, ഖിബ്ല കണ്ടുപിടിക്കൽ, ഖസ്ർ, ഇങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതും ഫലപ്പെടുന്ന പുസ്തകമാണ്. ആവശ്യക്കാർ വാങ്ങണമെന്ന് അറിയിക്കുന്നു. നിർത്തുകയാണ്. സൂഫി ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നൊരു പേരാണ് സൂഫി. എല്ലാ സ്ഥലത്തും സൂഫി. സൂഫി എന്താണ്? സൂഫി എന്ന് പറഞ്ഞാൽ ലാ യഹ്സുലു ലിൽ അബ്ദി സഫാഉസ് സദ്ർ. സഫാഉസ് സദ്ർ കിട്ടിയവനാണ് സൂഫി. ഹൃദയം അഹ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞതുപോലെ ആ പവിത്രമായ മഹനീയമായ സ്റ്റേജിലേക്ക് ഒരാൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അവനാണ് സൂഫി.
ബഹുമാനപ്പെട്ട ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹു അവിടെന്ന് പറഞ്ഞു, സൂഫി എന്ന് പറഞ്ഞാൽ ആരാണ്? അസ്സൂഫിയു മൻ ലബിസ അസ്സൂഫ അല അസ്സഫാ ثم سلك طريق المصطفى فكانت الدنيا خلف القفا. ഇമാം ശിബ്ലി റളിയല്ലാഹു അൻഹുവിന്റെ വാചകം. സൂഫി എന്ന് പറഞ്ഞാൽ മൻ ലബിസ അസ്സൂഫ അല അസ്സഫാ, സഫാഉൽ ഖൽബോട് കൂടെ കമ്പിളി വസ്ത്രം ധരിച്ചവൻ. അപ്പൊ കമ്പിളി ധരിച്ചതുകൊണ്ട് സൂഫിയാവൂല. കമ്പിളി വസ്ത്രം ധരിക്കുമ്പോ അതിന്റെ ലക്ഷ്യം നന്നാകണം. ലബിസ അസ്സൂഫ അല അസ്സഫാ, സഫാഓടുകൂടെ കമ്പിളി ധരിച്ചവൻ. അതെന്താണ്? അത് പഴയ കാലത്തുള്ള സൂഫിയാക്കളങ്ങനെ അവരുടെ ഡ്രസ്സുകളൊക്കെ കരിമ്പടായിരിക്കും. അപ്പൊ അത് ഒരാൾ കരിമ്പടം പൊതിച്ച് നടന്നാലും സൂഫിയാവൂല. അത് ധരിക്കുന്നത് ശുദ്ധിയോടുകൂടെ നല്ല ഉദ്ദേശത്തോടുകൂടെ ആയിരിക്കണം. സുമ്മ സലക ത്വരീഖൽ മുസ്തഫ, പിന്നെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴിയിൽ പ്രവേശിക്കണം. അതാ നേരത്തെ നമ്മൾ പറഞ്ഞത്, ഹാലും ഖൗലും ഫിഅലും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കണ്ടതും കേട്ടതും അറിഞ്ഞതും അവിടത്തോടുള്ള അനുധാവനവും അനുകരണവുമാകണം. അപ്പോഴാണ് ഒരാൾ സൂഫിയാകുന്നത്. സൂഫിയാകുന്നത് റസൂലുള്ളാഹിനോട് തുടരുമ്പോഴാണ്, ഇത്തിബാഅ് തങ്ങളോടാകുമ്പോഴാണ്. അങ്ങനെ വന്നാൽ യകൂനു ദുനിയാ ഖൽഫൽ ഖിഫാം, പിന്നീട് അവന് ദുനിയാവിനോട് ഭ്രമമുണ്ടാകൂല, പ്രേമമുണ്ടാകൂല. ദുനിയാവ് 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 എന്ന് പറഞ്ഞവനോടൂല. അതേ സമയത്ത് ദുനിയാവ് തീരെ വേണ്ടാന്നല്ല, ദുനിയാവ് ഖൽഫൽ ഖിഫാ, അവന്റെ പെരടിക്ക് പുറത്തായി വരും. അവന് മുമ്പിൽ നടക്കുന്നു, ദുനിയാവ് അവന്റെ ബാക്കിൽ വരുന്നു. അതേ സമയത്ത് നമ്മളോ ദുനിയാവ് എന്ന് പറഞ്ഞു ഓടുന്നു. ദുനിയാവ് മുമ്പിലാണ്, നമ്മൾ പിന്നിലാണ്. അപ്പൊ ദുനിയാവിനെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ പിന്നിൽ നടക്കുന്ന സ്റ്റേജിൽ നിന്ന് മാറിയിട്ട് നമ്മൾ മുമ്പിലും ദുനിയാവിനെ പിന്നിലാക്കുകയും ചെയ്യുന്ന സ്റ്റേജാണ് സൂഫിയുടെ സ്റ്റേജ്. സുബ്ഹാനല്ലാഹ്. ആ നിലക്ക് ഹൃദയത്തിന്റെ ശുദ്ധിയും പരിശുദ്ധിയും സംശുദ്ധിയും അല്ലാഹു തആല നൽകിയവരാണ് മഹാന്മാർ സൂഫിയാക്കൾ. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, അവിടത്തെ ഹൃദയത്തിന്റെ ഒരു ലാളിത്യം നോക്കൂ നിങ്ങൾ. സൂഫി എന്ന് പറഞ്ഞാൽ സ്വഹാബികൾ മുഴുവനും സൂഫിയാക്കളാണ്, താബിഉകൾ സൂഫിയാക്കളാണ്. അവരൊക്കെ സഫാഉൽ ഖൽബ് കിട്ടിയവരാണ്. മദ്ഹബിന്റെ ഇമാമിങ്ങളും അങ്ങനെ തന്നെ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് തീയാരാധകനായ അഗ്നി ആരാധകനായ ഒരാൾ കടം വാങ്ങിയത് തിരിച്ചു കൊടുക്കാനുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അതെ അവൻ തരാനുള്ള സമയമെത്തിയപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അവന്റെ വീടിന്റെ അരികിലേക്ക് കിട്ടാനുള്ള പണത്തിന് വേണ്ടി പോയതാണ്. വീടിന്റെ അടുത്തെത്തിയപ്പോൾ അഴുക്കിൽ ചെരുപ്പ് പെട്ടുപോയി. അഴുക്കിൽ പെട്ടുപോയ ചെരുപ്പെടുക്കുന്നതിനിടയിൽ ചെരുപ്പിൽ നിന്ന് ഈ മജൂസിയുടെ ചുമരിലേക്ക് ഒരൽപ്പം നജസ് തെറിച്ചു. സുബ്ഹാനല്ലാഹ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വേദനിച്ചു. ഈ മനുഷ്യൻ എനിക്ക് പണം കടം വാങ്ങിയത് തിരിച്ചു തരാനുള്ളവനാണ്, ഞാനത് തിരിച്ചു ചോദിക്കാൻ വന്നതാണ്, സമയമായതിൻ്റെ ശേഷമുള്ള അന്വേഷണത്തിന് വന്നതാണ്. പക്ഷേ എൻ്റെ ഈ വരവിൽ എൻ്റെ ചെരുപ്പിൽ നിന്നൊരൽപ്പം നജസ് ഈ മജൂസിയുടെ ചുമരിലേക്ക് തെറിച്ചത് അത് ശരിയായില്ലല്ലോ. ഞാനെങ്ങാനും ഒരു കല്ലെടുത്തത് ചുരണ്ടിക്കളഞ്ഞാൽ അവന്റെ ചുമരിന്റെ പെയിന്റ് പോയി പോകും. അതേ സമയത്ത് അത് ചുരണ്ടാതെ ബാക്കി വെച്ചാലോ അന്യന്റെ ചുമരിൽ മലിനപ്പെടുത്തിയവനാകും ഞാൻ. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട കുട്ടികളെ, ചെറുപ്പക്കാരെ, നമ്മൾ വിവേകമുള്ളവരാകണം. ഞാനിങ്ങനെ കണ്ടു, പള്ളിയുടെ അടുത്ത് ഒരു വീട്. ആ വീട്, അതിന്റെ ഉടമസ്ഥൻ വീട് പെയിന്റ് അടിച്ച്, അയാൾ മതിലൊക്കെ നല്ല ഉഷാറ് പെയിന്റ് അടിച്ച്, പെയിന്റിങ് കഴിഞ്ഞ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഏതോ വൃത്തികെട്ട വികൃതി കുട്ടികൾ വന്നിട്ട് അവരുടെ ചെരുപ്പും ഷൂ ഒക്കെ ചളിയിൽ മുക്കിയിട്ട് ഈ മതിലിലാകെ ചെരുപ്പിന്റെ അടയാളം കുത്തിവെച്ചിരിക്കുന്നു. വികൃതി, വല്ലാത്ത വികൃതി.
സുബ്ഹാനല്ലാഹ്. ബുള്ളറ്റിനിൽ അങ്ങനെ ചെയ്യുന്നവർ, അതുപോലെ സമ്മേളനം എഴുതിയതിൽ അങ്ങനെ കേടുവരുത്തുന്നവർ നമ്മളാകാൻ പാടില്ല. നമ്മളാരുടെ ചുമരിലും വൃത്തികേട് പുരട്ടാൻ പാടില്ല. ആരുടെ വസ്ത്രത്തിലും അഴുക്ക് പുരട്ടാൻ പാടില്ല. ഒരാളുടെ അഭിമാനത്തിലും കൈവെക്കാൻ പാടില്ല. ഒരാളുടെ സമ്പാദ്യത്തിലും കണ്ണുവെക്കാൻ പാടില്ല. ഹറാമായ വിധത്തിൽ ഒരിടത്തേക്കും നോക്കുന്നവനാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മജൂസിയുടെ ചുമരിലേക്ക് നജസ് തെറിച്ചപ്പോൾ അവിടെ വീടിന്റെ വാതിൽക്കൽ വന്ന് നിന്നു. വാതിലിന് മുട്ടിയപ്പോൾ ആ വീട്ടിൽ നിന്നൊരു പെണ്ണ് പുറത്തേക്ക് വന്നു. ഒരടിമ പെണ്ണാണ്. പെണ്ണിനോട് പറഞ്ഞു, ഞാൻ അബൂ ഹനീഫയാണ്, ഈ വീട്ടുകാരൻ ആളവിടെ ഉണ്ടെങ്കിൽ ഒന്ന് പുറത്തു വരാൻ പറയൂ. പെണ്ണ് പോയി ഉള്ളിൽ വിവരം പറഞ്ഞു. അബൂ ഹനീഫ എന്ന ഒരാൾ പുറത്തു വന്ന് കാത്തു നിൽക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, കടം വാങ്ങിയതിന്റെ ദിവസമായതിന്റെ ശേഷമുള്ള വരവല്ലേ, കൊടുക്കാതെ നിവൃത്തിയില്ലല്ലോ. എന്റെ കയ്യിലാണെങ്കിലോ അബൂ ഹനീഫക്ക് കൊടുക്കാനുള്ള കാശില്ലല്ലോ. എന്ത് ചെയ്യുമെന്നറിയാതെ ഈ അഗ്നിയാരാധകനായ മജൂസിയായ സഹോദരൻ വാതിൽക്കൽ വന്ന് അബൂ ഹനീഫ തങ്ങളോട് ഒഴിവ് കഴിവ് പറയാണ്. ഓ തങ്ങളെ പൊറുക്കണം, നിങ്ങൾക്ക് തരാൻ എന്റെ കയ്യിൽ കാശില്ല. ഇത് പറയുമ്പോഴാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മജൂസിയോട് പറയുന്നു, സഹോദരാ, നീ എന്നോട് ഒഴിവ് കഴിവ് കേടു പറയുന്നത് തരാനുള്ള കാശ് സമയമായിട്ട് തരാൻ കഴിയാത്തതിന്റെ പേരിലല്ലേ? എന്നാൽ ഞാനിപ്പോൾ അതിനേക്കാൾ വലിയ വിഷമത്തിലാണ്. ഞാനിവിടെ വന്നെന്റെ ചെരുപ്പിൽ നിന്ന് നിന്റെ ചുമരിലേക്കൊരു ചളി തെറിച്ചിട്ടുണ്ട്, നജസ് തെറിച്ചിട്ടുണ്ട്. അത് നീ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം. അത് ഞാൻ ചുരണ്ടിക്കളഞ്ഞാൽ നിന്റെ ചുമരിന്റെ പെയിന്റ് പോന്നു പോകും. ഞാനത് നിലനിർത്തിയാലോ നിന്റെ ചുമരിൽ വൃത്തികേടാക്കിയവനാകും. അത് നീ എനിക്ക് ഒഴിവാക്കി തരുമോ? വിശാലമായ മനസ്സിൽ നിന്ന് ആഴമുള്ള വാക്കുകളിലൂടെ അബൂ ഹനീഫ തങ്ങൾ ഒരു അഭ്യർത്ഥന നടത്തിയപ്പോൾ തീയാരാധകനായി ഇതുവരെ കഴിഞ്ഞുകൂടിയ മനുഷ്യൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് ഷഹാദത്ത് കലിമ ചൊല്ലി അബൂ ഹനീഫ തങ്ങളുടെ വായിൽ നിന്ന് ഷഹാദത്ത് ഏറ്റുവാങ്ങി ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാമിന്റെ പ്രചാരണം അത് കാര്യമായി ആധാരമാക്കി പ്രവർത്തിച്ചവരാണ് സൂഫിയാക്കൾ. അതാണ് സൂഫി. അല്ലാതെ സൂഫി എന്ന് പറഞ്ഞാൽ വലിയ മുടി വളർത്തി, വലിയ താടി വളർത്തി, വലിയ വികൃതമായി അങ്ങനെയൊന്നുമല്ല. സൂഫിയാക്കൾ അവര് നല്ല ഡ്രസ്സ്, നല്ല വസ്ത്രം, നല്ല തലപ്പാവ്, നല്ല വാക്ക്, നല്ല സംസാരം, നല്ല ഇടപെടൽ, നല്ല ഖൽബ്, ഏറ്റവും ശുദ്ധമായ, ആർക്കും വെറുപ്പില്ലാത്ത, പൂവിനെ പോലെ പരിമളം തരുന്ന ഖൽബുള്ളവരാണ് സൂഫിയാക്കൾ. അല്ലാഹു തആല മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. അപ്പോ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അലവി സഖാഫി ഉസ്താദ് അവർകൾ അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി വന്യരായ സയ്യിദ് അവർകൾ വളരെ ചുരുങ്ങിയ സെക്കൻഡുകൾക്കുള്ളിൽ ഇവിടെ എത്തും. ഞാൻ നിർത്തുകയാണ്. ഒരുപാട് ഉസ്താദുമാർ ഇവിടെ സംസാരിക്കാനുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഉസ്താദുമാർക്കും ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ആമീൻ. മുമ്പൊരിക്കൽ ഞാൻ ഇവിടെ ഒരു 5 മിനിറ്റ് സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ പറഞ്ഞതും മഹാന്മാരായ ഉലമാ, നമ്മുടെ ആലിമീങ്ങൾ, സാദാത്തുക്കൾ, നമ്മുടെ ദീനിന്റെ ഖാദിമുകളായ മുതലാളിമാർ, അവരൊക്കെ ഈ ദീനിനും നമുക്കും തണൽ വിരിച്ചു തരുന്ന തണൽ മരങ്ങളാണ്. അതുകൊണ്ട് ആലിമീങ്ങളും സാദാത്തുക്കളുമാകുന്ന നമ്മുടെ തണൽ മരങ്ങൾ കാലകാലം നിലനിൽക്കാനും പ്രൗഢമായി നിലനിൽക്കാനും നിങ്ങളൊക്കെ ദുആ ചെയ്യണം.
ബഹുമാനപ്പെട്ട AP ഉസ്താദ്, സുലൈമാൻ ഉസ്താദ്, തങ്ങൾ ഖലീൽ തങ്ങൾ പാപ്പ, പൊന്മള ഉസ്താദ്, തുടങ്ങിയ ആലിമീങ്ങളും സാദാത്തുക്കളും നേതാക്കന്മാരും അവർ തരുന്ന തണല് ചില്ലറ തണലല്ല, വിശാലമായ തണല്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ എന്തൊക്കെ ആരൊക്കെ എന്ത് പറഞ്ഞാലും നമുക്ക് ബേജാറൊന്നുമില്ല. സാധാരണക്കാരായ നമുക്ക് പേടിയില്ല, ബേജാറുമില്ല. എന്തേ? അത് AP ഉസ്താദും നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ കൈകാര്യം ചെയ്യും, അവർ പറയും, അവർ വേണ്ടത് ചെയ്യും, അവർ നിയന്ത്രിക്കും. നമുക്കൊരു പേടിയില്ല. ആരെന്ത് പറഞ്ഞാലും നമുക്ക് ബേജാറില്ല. കാരണം നമുക്ക് നല്ല തണൽ മരങ്ങൾ. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഓ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ വീടുകളിൽ കോഴിക്കുട്ടികൾ ഉണ്ടാകാറില്ലേ? ആ കോഴിക്കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയാൽ തള്ളക്കോഴികൾ അവർക്ക് സംരക്ഷണം കൊടുക്കാറില്ലേ? അപകട സൂചന തരുന്നത് തള്ളക്കോഴികളാണ്. കുഞ്ഞുങ്ങൾക്ക് അപകട സൂചന നൽകുന്നത് തള്ളക്കോഴികളാണ്. അവരൊരു ശബ്ദമുണ്ടാക്കിയാൽ കുട്ടികൾ ഓടി ഒളിക്കാൻ തുടങ്ങി, തള്ളയുടെ ചിറകിന്റെ ഉള്ളിൽ ഒളിക്കാൻ തുടങ്ങി. ഇതുപോലെ അപകടമുണ്ടെങ്കിൽ അതിന്റെ സൂചനകൾ നൽകി ഈ ഉമ്മത്തിന് കാവൽ നിൽക്കുന്നവരാണ് നമ്മുടെ ഉലമാക്കളും സാദാത്തുക്കളും. അതുകൊണ്ട് അവരുടെ ചിറകുകൾക്ക് നന്നായി ശക്തി കിട്ടാൻ വേണ്ടി നമ്മളൊക്കെ എപ്പോഴും ദുആ ചെയ്യണം. അല്ലാഹുവേ, ആലിമീങ്ങളും സാദാത്തുക്കളും ഉമറാഉമാകുന്ന ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ റഹ്മാനേ. സിഹറും ഐനും മക്റും കൈതും മദാവത്തും ധാരാളമുണ്ട്. എല്ലാം നീ ശിഥിലമാക്കണേ അല്ലോ. നീ തന്നെ കാവലാകണേ അല്ലോ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നാം നമുക്ക് കിട്ടിയ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. പുത്തൻവാദികൾ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. യുക്തിവാദികൾ അവർക്ക് പറ്റുന്നതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് ആരിൽ നിന്നോ എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്ക് പതറുന്ന ഈമാനാകാൻ പാടില്ല. കേടുവന്നു പോകുന്ന ഹൃദയമാകാൻ പാടില്ല. ശക്കും ലൊന്നും ശുക്കൂക്കും നിഫാഖും കേറുന്ന കൽബാകാൻ പാടില്ല. رضينا بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا. ഇതെവിടെയുള്ളത് ഈ ദിക്ർ? ഹദ്ദാദിലുള്ളതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഹദ്ദാദ് റാത്തീബ് പതിവാക്കുന്നവരാകണം. ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടാണ് അതിന് മഹാന്മാര് നിർദ്ദേശിച്ച സമയം. വളരെ ചുരുങ്ങിയ 10 മിനിറ്റ് സമയമേ ഹദ്ദാദ് റാത്തീബിന് ആവശ്യമുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഹദ്ദാദ് ചൊല്ലുന്നവരാകണം. സംഘമായി ഹൽക്കയിൽ ഇരുന്ന് ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിർവഹിക്കണം. പറ്റില്ലെങ്കിൽ സ്വന്തമായി നടത്തത്തിലോ വാഹനത്തിലോ കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് ഹദ്ദാദ് ചൊല്ലുന്നവരാകണം. എന്നാൽ നമ്മുടെ കൽബിലേക്ക് നിഫാഖ് വരൂല. യുക്തിവാദി വന്നെന്ത് ചെയ്താലും നമ്മുടെ കൽബിലേക്ക് സംശയം കേറൂല. പുത്തൻവാദികൾ എന്ത് ചെയ്താലും നമ്മുടെ ഈമാന് കേടുവരൂല. ഈമാനിന്റെ സംരക്ഷണം അത് വല്ലാത്ത നിർബന്ധമുള്ള ഒന്നല്ലേ. തവഫനി മുസ്ലിമൻ, എനിക്ക് മുസ്ലിമായി മരിക്കണം. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ദുആ, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. പരിശുദ്ധ ഖുർആൻ ലോകരോടുള്ള പ്രഖ്യാപനം. അർഹമുർറാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മൗത്താക്കി തരട്ടെ. ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ധാരാളം സഹിക്കേണ്ടി വരും, ധാരാളം മുറക്കൊഴിക്കേണ്ടി വരും, ധാരാളം നമ്മൾ പ്രയത്നിക്കേണ്ടി വരും, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. എല്ലാ സമയത്തും നമ്മൾ ഉറച്ച കൽബോടുകൂടെ അല്ലാഹുവിലും റസൂലിലുമുള്ള വിശ്വാസം ശക്തിപ്പെടുത്തി ജീവിക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത്. അവിടുത്തെ അഹ്ലു ബൈത്തിനെയാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. അഹ്ലു ബൈത്തിൽപ്പെട്ട നേതാക്കന്മാരും മഹാന്മാരുമാണ് നമ്മുടെ സദസ്സിന്റെ സൗന്ദര്യമായി സമ്പന്നമായി നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ.
ഈ അഹ്ലു ബൈത്ത് ഞങ്ങൾക്ക് തരുന്ന തണൽ ചില്ലറ തണലല്ല. നമ്മൾ വല്ലാത്ത ഭാഗ്യം കിട്ടിയവർ അല്ല മഹാഭാഗ്യം കിട്ടിയവർ. എന്താണ് നമുക്ക് കിട്ടിയ ഭാഗ്യം? മഹാനായ മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ലാ അവിടുത്തെ മിർഖാത്തിൽ പറഞ്ഞതാണ്, നമ്മൾ വല്ലാത്ത ഭാഗ്യം കിട്ടിയവരാണ്. എന്താ ഭാഗ്യം? ഒന്ന്, നമ്മൾ അഹ്ലു ബൈത്തിനെ ബഹുമാനിക്കുന്നവരാണ്. ആ അഹ്ലു ബൈത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് കസഫീനത്തി നൂഹിൻ അലൈഹിസ്സലാം, വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ ലോകർക്ക് തുണയായതുപോലെ ഈ ഉമ്മത്തിന് തുണ തരുന്നവരാണ് അഹ്ലു ബൈത്ത് എന്ന് ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കപ്പലുകൾക്ക് സമാനമായി ഉപമ പറഞ്ഞ അഹ്ലു ബൈത്ത്, ആ അഹ്ലു ബൈത്തിനെ ആദരിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അവരുടെ വാക്കുകൾക്ക് കാതോർക്കുന്നവരാണ് നമ്മൾ. അവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നവരാണ് നമ്മൾ. പിന്നീട് മഹാനവറുകൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കിലുണ്ടല്ലോ, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എന്റെ സ്വഹാബിമാർ നക്ഷത്രങ്ങളെപ്പോലെയാണ്. അവരിൽ ആരോടൊരാളോട് നിങ്ങൾ തുടർന്നോ, നിങ്ങൾ ലക്ഷ്യത്തിലെത്തുമെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ നക്ഷത്ര തുല്യരാണെന്ന് പറയാനുള്ള കാരണം? ദിക്കറിയാത്ത, വശമറിയാത്ത, കര കാണാൻ കഴിയാത്ത ഭാഗത്ത് കടലിൽ അകപ്പെട്ടാൽ കരയെവിടെയെന്ന് മനസ്സിലാക്കാൻ നിദാനമാക്കുന്നത് നക്ഷത്രങ്ങളെയാണ്. അപ്പൊ കടലിൽ ദിശ നോക്കി മനസ്സിലാക്കാൻ നക്ഷത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്നത് പോലെ, നക്ഷത്രങ്ങളെ നോക്കിയിട്ട് കരയണയുന്നത് പോലെ സ്വഹാബികളാകുന്ന മഹാന്മാരെ നോക്കിയിട്ട് സ്വർഗമാകുന്ന കരയണയണം. ആ കരയണയണമെങ്കിൽ കപ്പൽ വേണം. കപ്പലാണ് അഹ്ലു ബൈത്ത് കേട്ടോ. കര കാണിച്ചു തരുന്ന നിദാനമാണ്, സൗകര്യമാണ് സ്വഹാബിമാര് കേട്ടോ. അപ്പൊ അഹ്ലു ബൈത്താകുന്ന കപ്പലിൽ കയറിയിട്ട് സ്വഹാബിമാരാകുന്ന നക്ഷത്രം നോക്കിയിട്ട് സ്വർഗമാകുന്ന കര കയറാൻ കഴിയുന്നവരും ഭാഗ്യം ലഭിച്ചവരുമാണു നമ്മൾ. അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലോ. ഈ പറയപ്പെട്ടതുപോലെ അഹ്ലു ബൈത്താകുന്ന കപ്പലിൽ കയറി സ്വഹാബിമാരാകുന്ന നക്ഷത്രങ്ങൾ നോക്കി സ്വർഗമാകുന്ന കരയിലെത്തിപ്പെടാൻ ഞങ്ങൾക്ക് ഭാഗ്യവും മഹാഭാഗ്യവും നൽകണേ റഹ്മാനേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ സ്വലാത്തിനെ കുറിച്ച് ഞാനിപ്പോൾ പറയേണ്ടതില്ലല്ലോ. നമ്മളൊക്കെ സ്വലാത്തിന്റെ ഖാദിമീങ്ങളാണല്ലോ. സ്വലാത്ത് ധാരാളം ചൊല്ലുന്നവരും ചൊല്ലിപ്പിക്കുന്നവരുമാണല്ലോ. സ്വലാത്ത് എന്താണ്? അത് വസീലത്തുൽ വുസൂലാണ്, ഇലാ ശഫാഅത്തിർ റസൂലാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ ഏറ്റവും യോഗ്യമായ വസീലയാണ് സ്വലാത്ത് കേട്ടോ. വസീലത്തുൽ വുസൂൽ ഇലാ ശഫാഅത്തിർ റസൂൽ, റസൂലുള്ളാഹി തങ്ങളുടെ ശഫാഅത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ മാർഗമാണ് സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് നമ്മൾ ധാരാളം ചൊല്ലണം. സ്വലാത്തിനെ നമ്മൾ സ്നേഹിക്കണം. സ്വലാത്തിന്റെ മജ്ലിസിൽ പങ്കെടുക്കണം. സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരിക്കൽ വരാൻ കഴിയില്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഈ വിവരം മെസ്സേജ് ചെയ്തിട്ടെങ്കിലും സ്വലാത്തിന്റെ ഖാദിമുകളാകാൻ നമ്മൾ സന്നദ്ധരാകണം. നമ്മളിവിടെ സ്വലാത്തിന് ഖിദ്മത്ത് ചെയ്യുമ്പോൾ അത് ഹബീബായ നബിതങ്ങൾക്കുള്ള ഖിദ്മത്താണ്. 1400 കൊല്ലം മുമ്പെങ്കിലും നമ്മൾ ജനിച്ചിരുന്നെങ്കിൽ നമുക്ക് റസൂലുള്ളാഹി തങ്ങളെ കാണാമായിരുന്നു. 1400 കൊല്ലം മുമ്പ് ഞാനും നിങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ റസൂലുള്ളാന്റെ കുതിരയെ കഴുകി കൊടുക്കാമായിരുന്നു. റസൂലുള്ളാന്റെ ഒട്ടകത്തിന് വെള്ളം കൊടുക്കാമായിരുന്നു. റസൂലുള്ളാഹിയുടെ ചെരുപ്പ് കഴുകി വൃത്തിയാക്കാമായിരുന്നു. റസൂലുള്ളാഹിയുടെ തിരുപാദം കഴുകി കൊടുക്കാമായിരുന്നു. അവിടത്തെ വസ്ത്രം മലക്കി കൊടുക്കാമായിരുന്നു. അവിടത്തേക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കൊണ്ടുകൊടുക്കാമായിരുന്നു. നിയോഗമുണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്യാനുള്ള വഴിയാണ് സ്വലാത്ത്. നമ്മളങ്ങോട്ടൊരു സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടെ നിന്ന് സന്തോഷിക്കുകയാണ്. നമ്മുടെ ഒരു സ്വലാത്ത്
സ്വലാത്ത് കൊണ്ട് തങ്ങൾ എത്ര സന്തോഷിക്കുന്നുണ്ട് എന്നാണ് റബ്ബ് നോക്കുന്നത്. അതിനനുസരിച്ച് അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകുകയാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ജീവിതം നന്നാകണം, വഫാത്ത് നന്നാകണം. സ്വലാത്ത് ഒരുപാട് ചൊല്ലിയും ചൊല്ലിച്ചും ഹബീബായ നബി തങ്ങളെ കാണാനാകണം. അവസാനം നമ്മൾ വഫാത്താകുമ്പോൾ സുബ്ഹാനല്ലാഹ് വളുഓടുകൂടെ നമുക്ക് മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കാണാനും തൊടാനും പറ്റുന്ന നമ്മുടെ മക്കളോ നമ്മുടെ സ്വന്തക്കാരോ മാത്രം നമ്മുടെ കൂടെയുള്ളപ്പോൾ മരിക്കാനാകണം. ആശുപത്രികളിൽ ഐസിയുകളിൽ കിടന്ന് ഏതോ ഹറാമായ പെണ്ണുങ്ങൾ അവസാന സമയത്ത് വന്ന് നെഞ്ചിലിടിച്ചും അതുപോലെ അടിച്ചും ഇങ്ങനെ പ്രവർത്തിച്ച് ഒളു മുറിഞ്ഞ് ഏതോ അന്യ പെണ്ണിന്റെ ശരീരം തട്ടി അവസാനം വെള്ളം കുടിക്കാൻ കിട്ടാതെ കെലിമ ചൊല്ലിത്തൊരാൻ ഒരാളില്ലാതെ ആശുപത്രികളിൽ കിടന്ന് മരിക്കുന്നവരുണ്ട്. അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. അതേ സമയത്ത് നമ്മുടെ മരണം അടുക്കുമ്പോൾ നമ്മുടെ ഭാര്യമാരോ മക്കളോ പരിസരത്തിരുന്ന് ബുർദ ചൊല്ലുന്നു. മരുമക്കളും പേരക്കുട്ടികളും മഹാന്മാരായ ബദരീങ്ങളുടെ അസ്മാ ചൊല്ലുന്നു. അതുപോലെ നമ്മുടെ പെൺമക്കളെ കെട്ടിക്കൊണ്ടുപോയ മരുമക്കൾ അവർ നമ്മുടെ സമീപത്തിരുന്ന് യാസീൻ ഓതുന്നു, സൂറത്തുർ റഅദ് ഓതുന്നു, ഖുർആൻ ഓതുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, ബദരിയത്ത് ചൊല്ലുന്നു. ഇങ്ങനെ നമ്മൾ മരിക്കാൻ കിടക്കുന്ന റൂമിന്റെ ഉള്ളിൽ ഖുർആൻ, സ്വലാത്ത്, ദിക്ർ, അസ്മാ, ബുർദ, ഈ നിലക്ക് നമ്മുടെ മക്കളും പേരമക്കളും മരുമക്കളും ഭാര്യമാരും സ്വന്തക്കാരും ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളെ തുണ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. വിശ്വസ്തരായ സെക്യൂരിറ്റിയും പോലീസുകാരും നിറഞ്ഞു നിൽക്കുമ്പോൾ അവിടേക്ക് കയറി വരാൻ കള്ളന് കഴിയുമോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ മഹാന്മാരായ ബദരീങ്ങളും മഹാന്മാരായ സ്വഹാബികളും ഔസുല്ലാമടക്കമുള്ള മഹാന്മാരുടെ അർവാഹുകളും അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കളുടെ സാന്നിധ്യവും മരിക്കാൻ കിടക്കുന്ന നമ്മുടെ പരിസരത്ത് നിറഞ്ഞു നിൽക്കുമ്പോൾ ശൈത്താനുൽ ലഈനിന് നമ്മുടെ ഈമാൻ തെറ്റിക്കാൻ നമ്മുടെ റൂമിലേക്ക് കടക്കാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് നമ്മൾ ബുർദ പഠിപ്പിക്കണം, സ്വലാത്ത് പഠിപ്പിക്കണം, അസ്മാ ഉൽ ബദർ പഠിപ്പിക്കണം, യാസീൻ പഠിപ്പിക്കണം, സൂറത്തുർ റഅദ് പഠിപ്പിക്കണം, കമ്പ്യൂട്ടർ പഠിപ്പിക്കണം, നെറ്റ് പഠിപ്പിക്കണം, കോഴ്സ് പഠിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, എഞ്ചിനീയർ ആക്കണം, വക്കീലാക്കണം, എൻ്റെ മകൻ കലക്ടറാകണം, എൻ്റെ മകൻ അതിൻ്റെ മേലെ ആരൊക്കെയാകൂ അവനാകണം, എൻ്റെ മകൻ പ്ലെയിന് പറത്തണം, എൻ്റെ മകൻ ട്രെയിന് ഓട്ടണം. ഈ നിലക്ക് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ എൻ്റെ മകൻ യാസീന് പഠിക്കണം, എൻ്റെ മജവി ഇതനുസരിച്ച് ഖുർആൻ ഓതുമ്പോ സ്വർഗത്തെ പറ്റി ഖുർആനിൽ അല്ലാഹു പറയുന്ന ഭാഗങ്ങൾ അവതരിപ്പിച്ച് ഓതിത്തരുമ്പോ സ്വർഗം കണ്ടൊന്ന് മരിച്ചുകൂടെ? അതിന് നമ്മുടെ മക്കൾക്ക് അക്ഷരം പഠിപ്പിക്കണം, നമ്മുടെ മക്കളെ നമ്മൾ ദർസിൽ പറഞ്ഞേക്കണം, ദീനിയായ ഉലൂമ് നൽകുന്ന ഭാഗങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കണം. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇൽമിന് വല്ലാത്ത ബഹുമാനമാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. മഹാനായ അബൂ ദാവൂദ് ശജസ്താനി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ മാസമാണ്, സമയമാണ്. ഇന്നലെയാണ് അബൂ ദാവൂദ് തങ്ങളുടെ വഫാത്തിന്റെ ദിവസം. ഇന്നലെ ശവ്വാൽ 25 അല്ലേ? ഇന്നലെയാണ് മഹാനായ അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് ഹദീസ് ഇങ്ങനെ ദർസ് നടത്തുന്നു. ഹദീസ് ധാരാളം ദർസ് നടത്തി സുബ്ഹാനല്ലാഹ് മഹാനവറുകളുടെ മുഖം വല്ലാത്ത പ്രകാശമായി പോയി. അപ്പോഴാണ് ഒരു ഭരണാധികാരി കയറി വരുന്നു.
വന്നിട്ട് വീട്ടിന്റെ മുറ്റത്ത് നിന്നു. വാതിൽക്കലെ മുട്ടി. ഒരാൾ വന്ന് വാതിൽ തുറന്നു നോക്കി. അപ്പോൾ പറഞ്ഞു, അബൂദാവൂദ് തങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ കാണാൻ വന്നതാണെന്ന് പറയൂ. നിങ്ങൾ ആരാണ്? ഞാൻ ഇവിടത്തെ നാട്ടുഭരണാധികാരിയാണ്, ഇവിടത്തെ ഭരണാധികാരിയാണ്. സുബ്ഹാനല്ലാഹ്. വീട്ടിലേക്ക് കയറ്റിയിരുത്തി. അബൂദാവൂദ് തങ്ങൾ വന്നു. വന്ന ഭരണാധികാരിയുടെ കൈ പിടിച്ച് സ്വീകരിച്ചു. എല്ലാം കഴിഞ്ഞപ്പോ രാജാവിന്റെ അഭ്യർത്ഥന, ഓ മഹാപണ്ഡിതരായ അബൂദാവൂദ് തങ്ങളെ, നിങ്ങളോട് എനിക്ക് കഴിയുന്ന വിഷയത്തിലൊരു അഭ്യർത്ഥനയുണ്ട്. ആ അഭ്യർത്ഥന നിങ്ങളൊന്ന് എനിക്ക് നിർവഹിച്ചു തരാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങളൊന്ന് ചെയ്തു തരുമോ? മഹാനവറുകൾ പറഞ്ഞു, നീ പറയൂ നോക്കട്ടെ. എനിക്ക് സാധിക്കുന്ന കാര്യമാണെങ്കിൽ പറയാം, ചെയ്തു തരാം. അപ്പോഴാണ് പറഞ്ഞത്, കൊല്ലങ്ങളായി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവിത്രമായ മഹനീയമായ ഹദീസ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, ചൊല്ലിക്കൊടുക്കുന്ന നിങ്ങളുടെ പരിശുദ്ധമായ നാവൊന്ന് കാണിച്ചു തരുമോ? ഞാൻ ആ നാവിലൊന്ന് ചുംബിക്കട്ടെയോ? അബൂദാവൂദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ നാവ് പുറത്തേക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഭരണാധികാരി നാവിന് ചുംബനം ചെയ്തു. ഇൽമ് ചില്ലറയല്ല, ഹദീസ് ചെറുതല്ല. അതുകൊണ്ട് ബുദ്ധിയുള്ള, തന്റെ ഇടമുള്ള, തിരിച്ചറിവുള്ള, വിവേകമുള്ള മക്കളുണ്ടോ? ആ മക്കളെ നിങ്ങൾ ദർസിൽ പറഞ്ഞേച്ച് ഹബീബായ നബി തങ്ങളുടെ പരിശുദ്ധ ദീനിന്റെ ശരീഅത്തിന്റെ ഒന്നാന്തരം നിയമമറിയുന്ന കാവൽക്കാരനാക്കൂ. ദീനിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാരനാക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ കബൂലാക്കി തരട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ വഫാത്ത് എവിടെയാണോ അറിയൂല, എങ്ങനെയാണോ അറിയൂല. എങ്ങനെയാണെങ്കിലും, എവിടെ വെച്ചാണെങ്കിലും, എപ്പോഴാണെങ്കിലും ഈമാനോടെ മരിപ്പിക്കണേ അല്ലാ. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെയുള്ള മഹാന്മാരുടെ സാന്നിധ്യമുള്ള മജ്ലിസിൽ വെച്ച് മരണം തരണേ അല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ്, മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയില്ലേ, റസൂലുള്ളാഹിന്റെ മരുമകനാണ്. റസൂലുള്ളാഹി തങ്ങളുടെ പിന്നിൽ ആദ്യമായി നിസ്കരിച്ച് സുജൂദ് ചെയ്തത് അലിയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കൂടെ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് മറ്റൊരാൾ കൂടെ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ തങ്ങളുടെ സഹകാരിയായി, സഹചാരിയായി, വളരെ ചെറിയ പ്രായത്തിൽ കൂടെയുള്ള ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ്. ആ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മഹാനവർകളെ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു, അലിയെ ഇവിടെ വരൂ. തലപ്പാവ് കെട്ടിയ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പരിസരത്തേക്ക് എത്തിയപ്പോ തലപ്പാവ് പൊക്കിയിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് അവിടത്തെ വലത്തേ കൈയിലെ ചൂണ്ടുവരൽ കൊണ്ട് അലിയിന്റെ നെറ്റിയിലൊരു വര വരച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അലിയേ, നിങ്ങളുടെ നെറ്റിയിൽ വന്ന ഈ വരയിലാണ് നിങ്ങളുടെ കൊലയാളി വെട്ടുക കേട്ടു. നിങ്ങൾക്കൊരു കാലത്തൊരു എതിരാളി ഉണ്ടാകും, കൊലയാളി ഉണ്ടാകും. മറ്റൊരു ഹദീസിൽ അവന്റെ പേര് അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് തന്നെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഓ അലിയേ, നിങ്ങളെ വെട്ടിക്കൊല്ലുന്നവൻ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം എന്ന് പേരുള്ളവനായിരിക്കും. അവൻ ഈ ഉമ്മത്തിലെ ഏറ്റവും നാശം പിടിച്ചവനായിരിക്കും. ഏതുപോലെ സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അവിടത്തെ ബഹുമാനമായി പാറയിൽ നിന്ന് പുറത്തു വന്ന ഒട്ടകം, ആ ഒട്ടകത്തെ ആക്രമിക്കരുത്, കൊല്ലരുത്, തല്ലരുതെന്ന് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത് ഖുർആനിലുണ്ടല്ലോ. ആ നിലക്ക് സർവ്വ ഉപദേശങ്ങളും നൽകിയിട്ട് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ അറുത്ത് കൊന്നവൻ ആ ഉമ്മത്തിലെ ഏറ്റവും ദോഷക്കാരനും മോശക്കാരനും നഷ്ടക്കാരനുമായതുപോലെ ഈ ഉമ്മത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ നിങ്ങളുടെ നെറ്റിയിൽ വെട്ടുന്നവനായിരിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഈ വാചകം അലിയാർ തങ്ങൾ തന്നെ പറയുന്നുണ്ട്.
ഖാലലി അസ്വാദിഖുൽ മസ്ദൂഖ്, പറഞ്ഞത് മുഴുവനും 100% സത്യമായിട്ടേ പുലർന്നിട്ടുള്ളൂ. ആ നിലക്ക് സ്വാദിഖും മസ്ദൂഖുമായ ഹബീബ് എന്നോട് പറഞ്ഞു, അലിയേ, നിങ്ങളുടെ കൊലയാളി നിങ്ങളുടെ നെറ്റിയിൽ വെട്ടുമ്പോൾ അത് ഇവിടെയാണ് വരിക എന്ന് പറഞ്ഞ് അള്ളാന്റെ ഹബീബന്റെ നെറ്റിയിൽ ഒരു വര വരച്ചു തന്നു. കൊല്ലങ്ങൾ കഴിഞ്ഞു. 10 അല്ല, 20 അല്ല, 30 അല്ല, 40 45 കൊല്ലം കഴിഞ്ഞു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഖലീഫയായി. ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് ഖലീഫയായി. വഫാത്തിന്റെ ശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ ഖലീഫയായി. അവരുടെയും വിയോഗശേഷം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി വന്നു. മഹാനവർകൾ മദീനയിൽ ശക്തമായി പ്രവർത്തിച്ചു. അവിടുത്തെ പ്രവർത്തന കേന്ദ്രം കൂഫയിലേക്ക് മാറ്റി. ഇടയിലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കുകയാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കൂഫയിൽ അവിടുത്തെ ഭരണം, അവിടുത്തെ കേന്ദ്രം കൂഫയായി നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ലാ ഹുക്മ ഇല്ലാ ലില്ലാഹ്, ഒരു പുതിയ പ്രമേയവുമായി ചില പുത്തൻവാദികൾ വന്നു. അവരാണ് ഖവാരിജുകൾ. ആ ഖവാരിജുകൾക്കെതിരെ അലി ഇബ്നു അബീ ത്വാലിബ് ശക്തമായി നിലകൊണ്ടു. അതുകൊണ്ട് തന്നെ ഖവാരിജുകളിൽ നിന്നൊരു വിഭാഗം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ കൊല്ലണമെന്ന വാശിയിൽ പ്രവർത്തിച്ചു. മുആവിയ റളിയല്ലാഹു അൻഹുവിനെയും കൊല്ലണം. പിന്നെ ജീവിച്ചിരിക്കുന്ന മറ്റൊരു നേതാവാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. 3 പേരെയും കൊല്ലണമെന്ന നിലയ്ക്ക് ഖവാരിജുകൾ പ്രവർത്തിച്ചു. ചുരുക്കട്ടെ, ശാമിലേക്ക് പോയ മുആവിയ തങ്ങളെയും അംർ ഇബ്നു ആസ് തങ്ങളെയും കൊല്ലാൻ വേണ്ടി അവിടത്തേക്ക് 2 ഖവാരിജുകൾ പോയി. കൂഫയിലേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ വകവരുത്താൻ വേണ്ടി അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിമുൽ അൽ ഹറാരി അദ്ദേഹവും പോയി. അങ്ങനെ ഇവൻ ചെന്നു. അലി ഇബ്നു അബീ ത്വാലിബ് കൂഫയിൽ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് പള്ളിയിലേക്ക് വരുന്ന വഴി ഇവൻ ഗ്രാഫ് വരച്ചെടുത്തു. എവിടെയാണ് ചെരിപ്പൂരി വെക്കുന്നത്, ഏത് വാതിലിലൂടെയാണ് കയറുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് സൊഫിൽ വരുന്നത്, എല്ലാം നോക്കിയിട്ട് തിട്ടപ്പെടുത്തി കണക്ക് പിടിച്ചു വെച്ചു. പരിശുദ്ധ റമദാനിന്റെ മധ്യഭാഗം കഴിഞ്ഞു. 16-നാണെന്ന് താരീഖ് പറയുന്നു, 15-നെന്നും താരീഖ് പറഞ്ഞിട്ടുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു രാത്രി സമയത്ത് വീട്ടിൽ നിന്ന് അത്താഴം കഴിച്ച് ഹസനാകുന്ന മകന്റെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് വന്നു. വരുമ്പോൾ പറഞ്ഞു, മോനെ ഹസനേ, വല്ലാത്ത ഒരു വാർത്ത പറയാനുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി കിടന്നുറങ്ങുമ്പോൾ എൻ്റെ അരികിൽ ഹബീബ് വന്നു കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ എന്നോട് ആശയവിനിമയം നടത്തി. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിച്ചാലും ഉപ്പാന്റെ മകൻ സംയമനം കൈവെടിയരുത് കേട്ടോ. ധീരനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വിവേകവും തിരിച്ചറിവുമുള്ള മകൻ ഹസനെ വിളിച്ചിട്ട് ഉപദേശിച്ചു. പള്ളിയിലേക്ക് വന്നു ചേർന്നു. നിസ്കാരത്തിന് വേണ്ടി മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ അതേ ഒളിവിൽ നിൽക്കുന്ന വിഷം പുരട്ടിയ കടാരയും കയ്യിൽ പിടിച്ച് കാത്തു നിൽക്കുന്ന കൊലയാളി അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം വെട്ടിയിട്ടോ. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബിന്റെ വെട്ടുവന്നത് നോക്കുമ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ വരച്ചു കൊടുത്ത അതേ നെറ്റിത്തടത്തിൽ വരയിൽ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വീണുപോയി. ആഴത്തിലുള്ള വെട്ടുകൊണ്ട് ചെവിയുടെ ഭാഗത്തേക്ക് നീണ്ട് ആഴത്തിലിറങ്ങിയ വെട്ടാണ്. തലച്ചോറ് ഛേദിച്ചു പോയി. ബോധരഹിതരായി വീണ് കിടക്കുന്ന അലി ഇബ്നു അബീ ത്വാലിബ് അലി ഇബ്നു അബീ ത്വാലിബ് മഹാനവറുകൾക്ക് ഇടക്കിടക്ക് ബോധം തെളിയും, ഓർമ്മ തിരിച്ചു വരുമ്പോൾ അവിടുന്ന് മഹനീയമായ ഉപദേശം ലോകർക്ക് വേണ്ടി നൽകും. പിന്നെയും ബോധരഹിതരാകും. അങ്ങനെ ബോധം തെളിഞ്ഞും മറഞ്ഞും ഇങ്ങനെ കഴിയുമ്പോൾ ചുറ്റുവട്ടത്ത് കുടുംബക്കാര് തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ അലിയാർ തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനാണ്
മൂത്തത്ത് യുദ്ധത്തിന് ഷഹീദായ ജഅഫർ റളിയല്ലാഹു അൻഹു. ആ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ് അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ. മഹദി പറയുകയാണ്, അലി ഇബ്നു അബീ ത്വാലിബിന്റെ വഫാത്തിനോട് തൊട്ടടുത്ത സമയത്ത് മഹാനവറുകൾ കിടക്കുന്ന വിരിപ്പിന്റെ പരിസരത്ത് ഞങ്ങളെല്ലാവരുമുണ്ട്. ഖാലത്ത് കുന്തു ഇൻദ അമീരിൽ മുഅ്മിനീൻ, ആ കൂട്ടത്തിൽ ഞാനുമുണ്ട്. അപ്പോഴാണ് അലിയാര് തങ്ങൾ അബോധാവസ്ഥയിൽ നിന്ന് ബോധം തെളിഞ്ഞു വന്നു. ബോധമിങ്ങ് തെളിഞ്ഞപ്പോൾ ചിരിക്കുന്നു. ഹാഹാ ഹാഹാ, വല്ലാത്ത സന്തോഷമുള്ള ചിരിയാണ്, വല്ലാത്ത ചിരിയാണ്. മർഹബാ മർഹബാ മർഹബാ, സ്വാഗതം, വന്നോളൂ വന്നോളൂ, വരുവിൻ വരുവിൻ വരുവിൻ. ഈ നിലയ്ക്ക് ഇങ്ങനെ ചിരിച്ച് മർഹബ പറയുന്നു. അപ്പോഴാണ് ഞങ്ങളെ കൂട്ടത്തിൽ നിന്നൊരാൾ ചോദിച്ചു, യാ അലിയു മാദാ തറാ, അലിയേ ആർക്കാണ് നിങ്ങൾ സ്വാഗതം പറയുന്നത്, ആർക്കാണ് നിങ്ങൾ മർഹബ പറയുന്നത്, ആരോടാണ് നിങ്ങൾ ചിരിച്ച് സ്വീകരിക്കുന്നത്? അപ്പോഴാണ് അലിയാരുടെ മറുപടി, ഹാദാ റസൂലുള്ളാഹ്. ഇവിടെ ഹിജ്റ 10-ാം വർഷം വഫാത്തായതാണ് അള്ളാന്റെ റസൂല്. അലിയാര് തങ്ങൾ ഷഹീദാകുന്നത് ഹിജ്റ 40-ാമത്തെ കൊല്ലത്തിലാണ്. 30 കൊല്ലം മുമ്പ് വഫാത്തായി പോയ അള്ളാന്റെ ഹബീബ് ഇതാ വന്നിരിക്കുന്നു. ഹാദാ റസൂലുള്ളാഹ് വഹാദാ അഖീ ജഅഫർ ത്വയ്യാർ, എൻ്റെ ഇക്കാക്ക ജഅഫർ ത്വയ്യാർ ഇതാ വന്നിരിക്കുന്നു. ഹിജ്റ 8-ാം വർഷം മൂത്തത്ത് യുദ്ധത്തിലാണ് ജഅഫർ ഇക്കാക്ക ഷഹീദായത്. ഏകദേശം 32 കൊല്ലം മുമ്പ് ഷഹീദായ എൻ്റെ ഇക്കാക്ക ജഅഫർ വന്ന് വിളിക്കുന്നു, മർഹബാ മർഹബാ വഹാദിഹി വഹാദാ അമ്മി ഹംസത്തുൽ ഖറാർ, എൻ്റെ ബാപ്പയുടെ സഹോദരനായി ഹിജ്റ 3-ാം കൊല്ലം ഉഹദ് യുദ്ധത്തിൽ ഷഹീദായ ഹംസത്തുൽ ഖറാർ തങ്ങളിതാ വന്ന് നിൽക്കുന്നു. ഹംസത്തുൽ ഖറാർ ഷഹീദായിട്ട് 37 കൊല്ലമായി കേട്ടോ. അത്രയും നീണ്ട കൊല്ലങ്ങൾക്ക് മുമ്പ് ഷഹീദായ ഹംസത്തുൽ ഖറാറിനെ വന്ന് ക്ഷണിക്കുന്നു, വിളിക്കുന്നു. വഅബ്വാബുസ്സമാഇ മുഫത്തഹ, ആകാശത്തിന്റെ വാതിലുകളൊക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. വൽ മലായികതു യൻസിലൂന അലയ്യ മിൻ കുല്ലി ബാബ് യുബശ്ശിറൂനനി ബിൽ ജന്നാ, സർവ കവാടങ്ങളും ഓപ്പണാക്കിയിട്ട് മലക്കുകൾ തുരുതുരാ ഇറങ്ങി വന്ന് എന്നെ അഭിലഷിക്കുന്നു, ആശ്ലേഷിക്കുന്നു, സ്വീകരിക്കുന്നു, സന്തോഷിപ്പിക്കുന്നു. വഹാദിഹി ഫാത്തിമ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. ഹിജ്റ 10-ാം വർഷം റമദാനിൽ അല്ലാഹുവിൻ്റെ ഹബീബ് റബീഉൽ അവ്വലിൽ വഫാത്തായി 6 മാസം കഴിയുമ്പോഴാണ് വരാനുള്ള സയ്യിദവറുകളുടെയും സ്റ്റേജിലുള്ള സയ്യിദന്മാരുടെയുമൊക്കെ പുന്നാര ഉമ്മാമ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വഫാത്തായത് കേട്ടോ. ഹിജ്റ 10-ാം വർഷത്തിലാണ് കേട്ടോ. അപ്പൊ ഏകദേശം 30 കൊല്ലം മുമ്പ് വഫാത്തായ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഫാത്തിമ ഇതാ എന്നെ വന്ന് ക്ഷണിക്കുന്നു, വിളിക്കുന്നു. ഖദ് അഹാത ബിഹാ വസായിഫുഹാ മിനൽ ഹൂറിൽ ഐൻ. 30 കൊല്ലം മുമ്പ് എൻ്റെ കൂടെ റൂമിൽ കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഫാത്തിമ പോലെയല്ല. റസൂലുള്ളാഹിന്റെ പൊന്നുമോൾ എൻ്റെ കൂടെ കഴിയുമ്പോൾ തന്നെ സുന്ദരിയാണ്, ആർത്തവമുണ്ടാകാത്ത പെൺകുട്ടിയാണ്. സുബ്ഹാനല്ലാഹ്, വൃത്തികേട് ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവളാണ്. സ്വർഗത്തിന്റെ മണം ഫാത്തിമയുടെ മുഖത്തെനിക്ക് കിട്ടുന്നുണ്ടെന്ന് അള്ളാഹുവിന്റെ ഹബീബ് ചുംബിച്ചു വെളിപ്പെടുത്തിയ പെൺകുട്ടിയാണ് ബീവി ഫാത്തിമ. ആ
ഫാത്തിമ സൗന്ദര്യത്തിൽ ഒന്നാമത് നിൽക്കുന്നവളാണ്. പക്ഷേ ഫാത്തിമ 30 കൊല്ലം മുമ്പ് വഫാത്തായി പോയി. ഇപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് ഷഹീദാകാൻ സമയത്ത് 30 കൊല്ലം മുമ്പ് വഫാത്തായ ബീവി ഫാത്തിമ വന്ന് സന്തോഷം പറയാണ്. പോരൂ അലിയെ, വിളിക്കുകയാണ് സ്വർഗത്തിലേക്ക്. ഖദ് അഹാത ബിഹാ വസായിഫുഹാ മിനൽ ഹൂറിൽ ഐൻ. സ്വർഗ സ്ത്രീകളാകുന്ന ഹൂറുൽ ഈങ്ങൾ ഉടുക്കുന്ന സ്വർഗീയ വസ്ത്രവും സ്വർഗത്തിലെ ആഭരണങ്ങളും അണിഞ്ഞ് എന്റെ ഫാത്തിമ ഇതാ വന്ന് നിൽക്കുന്നു. നിങ്ങൾ കാണുന്നില്ലേ? ഞാനിതാ കാണുന്നു. വഹാദിഹി മനാസിലി. ഇതൊക്കെയാണ് ഇപ്പോൾ എന്റെ അനുഭവം കേട്ടോ. ലിമിത്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. ലിമിത്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ. ഇതുപോലെ അമ്പിയാക്കളുടെ രാജാവായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ശുഹദാക്കളുടെ ജേതാവായ ഹംസത്തുൽ കർറാർ റളിയല്ലാഹ്, ജഅഫറു തയ്യാർ അടക്കമുള്ള മഹാന്മാർ, ഷാഫി ഇമാം അടക്കമുള്ള മഹാന്മാർ, ഔസുൽ ആലം അടക്കമുള്ള നേതാക്കന്മാർ, വരക്കൽ മുല്ലക്കോയ തങ്ങളും പതിയുസ്താദും പാങ്ങൽ ഉസ്താദും അതുപോലെ കണ്ണിയത്ത് ഉസ്താദും താജുൽ ഉലമാ ഉള്ളാളത്ത പാപ്പയും നൂറുൽ ഉലമയും പയ്യനാട് തങ്ങളും അതുപോലെ ജമലുല്ലൈലി തങ്ങളും തുടങ്ങിയ നമ്മുടെ സാദാത്തുക്കളും ആലിമീങ്ങളും മഹാന്മാരും സൂഫിയാക്കളും മൗലിയാക്കളും സ്വാലിഹീങ്ങളും നമ്മൾ വഫാത്താകുമ്പോൾ അവരുടെ അർവാഹ് വന്ന് നമ്മളെ സ്വീകരിക്കണ്ടയോ, നമ്മെ വിളിക്കണ്ടയോ, നമ്മെ ആശംസിക്കണ്ടയോ? യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയാ. വഫാത്തിന്റെ സമയം അങ്ങനെ ഒരു ആശംസിക്കലും പ്രശംസിക്കലുമൊക്കെ ഉണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് മഹാന്മാരായ അമ്പിയാക്കളും സ്വാലിഹീങ്ങളായ ഔലിയാക്കളും നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ വഫാത്തിന്റെ സമയത്ത് നമ്മെ വിളിക്കാൻ വരണം, സ്വീകരിക്കാൻ വരണം. അതിന് നിങ്ങൾ തഖ്വയിൽ അനുഷ്ഠിതമായ ജീവിതം നയിക്കണമെന്ന് അവ്വലൻ വസാനിയൻ വസാലിസാ, 1ഉം 2ഉം 3ഉം തവണ എന്റെ സ്വന്തം ശരീരത്തോടും പിന്നെ എന്റെ മുഅ്മിനീങ്ങളോടും ഉമ്മമാരോടും ഓർമ്മപ്പെടുത്തുകയാണ്. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ മക്കൾ സ്കൂളിൽ പോകുന്നുണ്ടാകും. സ്കൂളിലേക്ക് മക്കളെ കൊണ്ടുപോകാൻ ഓട്ടോറിക്ഷ ഉണ്ടാകും, ചിലപ്പോൾ ബസ്സുണ്ടാകും. ആ ഓട്ടോയിലെ ഡ്രൈവർ നിങ്ങളെ ആങ്ങളയല്ല, ബസ്സിലെ ഡ്രൈവർ നിങ്ങൾക്ക് കാണാനും തൊടാനും പറ്റിയവനല്ല. അതേ സമയത്ത് അവന്റെ നമ്പർ നിങ്ങളെ ഫോണിൽ ചിലപ്പോൾ ഉണ്ടാകും. അത് കരുതിയിട്ട് നിങ്ങൾ അവരോട് വേണ്ടതിനും വേണ്ടാത്തതിനും വിളിക്കുന്നവരാകരുത്. തൊട്ടാലും കണ്ടാലും തരക്കേടില്ലെന്ന് തെറ്റിദ്ധരിക്കരുത്. ഹറാമ് പരമാവധി ഒഴിവാക്കി ജീവിക്കണമെന്ന് ഉമ്മമാരോടും സഹോദരന്മാരോടും ചെറുപ്പക്കാരോടും യുവാക്കളോടും കുട്ടികളോടും എൻ്റെ സ്വന്തം കേടുവന്ന ശരീരത്തോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അർഹമുർ-റാഹിമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ഇതുവരെ പറഞ്ഞതൊക്കെ നമ്മളെ നാടൻ തുണിയിൽ ചുറ്റി ഖബറിലെത്തുമ്പോൾ അവിടെ ഫലപ്പെടുന്ന വിധം കബൂലാക്കി തരട്ടെ. ആമീൻ ആമീൻ ആമീൻ. എല്ലാവരും ദ്വാരക്കണേ. ഇൻഷാ അല്ലാഹ് വന്യരായ സയ്യിദ് അവർകൾ വന്നു. എന്താ ചെല്ലല്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ദ്വാരക്കണേ. ദ്വാരക്കൂലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.